السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل آيات بينات وكتابا مبينا، الذي نزل القرآن على عبده ليكون للعالمين نذيرا. الحمد لله الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات دروس اللغة العربية لغير الناطقين بها تحت إشراف فهم القرآن على أيسر الطريق. كيف حالكم؟ كيف حالكم يا إخوان والأخوات؟ كيف حالكم يا إخوان؟ وكيف حالكن يا أخوات؟ هل تسمعونني؟ هل تسمعونني؟ بخير والحمد لله. بخير والحمد لله. الحمد لله. وكيف حالكن يا أخوات؟ كيف حالكن يا أخوات؟ الحمد لله طيب. أنت من الأخوات؟ من قالت؟ قالت ولا قال؟ كلم വാ مرة أخرى. എന്തൊക്കെയുണ്ട് വിശേഷം? സഹോദരിമാര് പറയുന്നൊന്നും കേൾക്കുന്നില്ലേ? അലിമോനാണോ കുറച്ചു നേരം സംസാരിച്ചത്? അതെ അതെ അപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞൊന്നും കേട്ടില്ലായിരുന്നു അല്ലേ? കേട്ടില്ല. ഇപ്പൊ വന്നേ ഉള്ളൂ? ഇപ്പോന്നുള്ളോ? ആ കുറച്ച് ലേറ്റായി. ഹാലിക്കും യാ ഇഖ്വാനെന്ന് ചോദിച്ചു, ഹാലിക്കും യാ അഖവാത്തെന്ന് ചോദിച്ചു. ഹാലിക്കും യാ ഇഖ്വാനെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഫരീസായി പറഞ്ഞു അൽഹംദുലില്ലാ. ഹാലിക്കും യാ അഖവാത്തെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അലിമോനാണ് പറഞ്ഞത് അൽഹംദുലില്ലാ. സോറി. എന്തായാലും മനസ്സിലായല്ലോ. ഓക്കെ, അൽഹംദുലില്ലാ. നമ്മൾ എവിടെ നിർത്തി? അതിന് വഖഫ്ന أين وقفنا؟ الدرس الثاني عشر، الدرس الثاني عشر، الصفحة 85. 85. 85. أي سطرة؟ يدوري ماذا قرأنا أخيرا؟ طيب fifth lane. خمسة ماذا lane. قرأنا أخيرا؟ അവസാനം എന്താ വായിച്ചത്? نحن الآن نلعب. കളിക്കാൻ പോയപ്പോഴത്തേക്കാണ് നമ്മൾ പഠനം നിർത്തിയത്. ആരാ പറഞ്ഞ കളിക്കുന്നു? നഹ്നു ആന നൽഅബു എന്ന്. പെൺകുട്ടികൾ. അപ്പൊ അവിടെ നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്? നമുക്ക് ഗ്രഹിക്കാനുള്ള പോയിന്റ് എന്താ? യാ ഇഖ്വാൻ വൽ അഖ്വാത്ത് അൽ അഖ്വാത്ത്. നൽഅബു ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സെയിം ആണ്. ആൺകുട്ടികളെ പറഞ്ഞാലും പെൺകുട്ടികളെ പറഞ്ഞാലും നൽഅബു എന്നുള്ളത് സെയിം ആണ്. അതാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ള പോയിന്റ്.
فقال حامد أفي وقت العمل تلعبنا أفي وقت العمل تلعبنا تلعبنا നിങ്ങൾ കളിക്കുന്നു തൽഅബിന നിങ്ങൾ കളിക്കുന്നു അഫി വഖത്തിൽ അമലി തൽഅബിന എന്താ അർത്ഥം ഇപ്പോഴാണോ നിങ്ങൾ കളിക്കുന്നത്? ഞാൻ ഫാത്തിമത്തു ആ തസ്നായി രണ്ട് ഫാത്തിമ ഉണ്ടല്ലോ മൻ മൻ അൻതുമ മൻ ഫാത്തിമത്താനി ഫാത്തിമത്തു വാഹിദ് ഫാത്തിമത്തു നാലകത്തു വാഹിദത്തു ഫാത്തിമ മിനൈൻ ഇസ്മുൽ കാമിൽ ആരും മിണ്ടുന്നില്ല അവരില്ലേ? മസ്മുക്കിൽ കാമിൽ തയ്യിബ് അവരെല്ലാം കളിക്കുകയാണ് അതുകൊണ്ടാണ് പെൺകുട്ടികൾ പറഞ്ഞു അൽബനാത്ത് നഹ്നുൽ ആന നൽഅബ് ഹാമിദ് അഫി വഖത്തിൽ അമലി തൽഅബിന എന്താ അർത്ഥം ഈ സമയത്താണോ? ഈ സമയത്ത് എന്ന് പറഞ്ഞാല് വഖത്ത്. വഖത്തിൽ അമൽ അമൽ അമല് പ്രവൃത്തി. പ്രവൃത്തി ജോലി ജോലി എല്ലാ അമലും ജോലിയല്ല ഇവിടെ അവരെന്താ ഇവിടെ പഠിക്കുകയാണോ അവര് പ്രവർത്തനം. സ്കൂളിലാണോ അതല്ല അല്ല ജോലി സ്ഥലത്താണോ കളിക്കുന്ന സ്ഥലത്ത്. هو على المكتب في غرفتي نعم أنا اليوم أحسن الحمد لله متى تذهبين إلى المستشفى سأذهب بعد ساعة إن شاء الله مع من تذهبين سأذهب مع أحمد أتعرفين الطبيبة نعم أعرف طبيبة ماذا تفعلون يا أبنائي نكتب الواجبات أتفهمون الدروس جيدا نعم أفي وقت العمل പ്രവൃത്തി സമയത്താണോ കളിക്കുന്നത് തല്ലബിന നിങ്ങൾ കളിക്കുന്നത് എന്നാണ് ചോദ്യം കേട്ടോ വഖത്തുൽ അമൽ എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ടൈമിലാണോ നിങ്ങൾ കളിക്കുന്നത് ജോലി സമയത്ത് എന്ന് വേണമെങ്കിൽ പറയാം നേരത്തെ ആരോ പറഞ്ഞതുപോലെ ആരോ മിണ്ടായിരുന്നിട്ട് മിണ്ടിയതാണ് അതാരായിരുന്നു എന്നോട് പറഞ്ഞ ജോലി സമയത്ത് എന്ന് പറഞ്ഞാരാ ഞാനാണ്. ഷർസലീന ലേറ്റ് ആയിട്ടാണോ വന്നത് കേറാൻ പറ്റിയില്ല. എന്തോ എന്ത് നെറ്റിന്റെ പറ്റി പ്രശ്നമായിട്ട് അറിയില്ല. കുറെ ട്രൈ ചെയ്തിപ്പോ വേറെ ഫോണിലാണ് കയറിയത്. വേറെ ഫോണിലാണ് അപ്പൊ അതിനാണ് നമ്മൾ എല്ലാ ദിവസവും 5 മിനിറ്റ് മുമ്പ് വരണമെന്ന് പറയുന്നത് ഞാൻ എൻ്റെ കമ്പ്യൂട്ടറൊക്കെ കൊണ്ട് മെയിൻ്റെനൻസ് നടത്തിയിട്ട് വരികയാണ് ഞാൻ ഇവിടെ നിന്ന് വന്നു കുറച്ച് ലേറ്റ് ആയിട്ട് എപ്പോഴും വന്ന് കയറുകയാണ് അപ്പം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കയറി വേറെ പ്രോബ്ലം ഉണ്ടായില്ല നിങ്ങൾക്ക് തരുന്ന അതേ ലിങ്കിൽ നിന്നാണ് ഞാൻ ക്ലിക്ക് ചെയ്ത് കയറുന്നത് ഞാൻ വേറെ ലിങ്കിൽ നിന്നല്ല കയറുന്നത് ആ ലിങ്ക് വർക്ക് ചെയ്യുന്നുണ്ടോന്നും കൂടെ അറിയാൻ ഫോണിലൊക്കെ എന്ത് ചെയ്യണം ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എപ്പോഴും ക്ലിയർ ചെയ്തുകൊണ്ടേ നമുക്ക് കിട്ടുന്ന അധികവും ആവശ്യമില്ലാത്ത സംഗതികൾ ശരി മറ്റേ അപ്പോ അഫി വഖത്തിൽ അമലി പ്രവൃത്തി സമയത്താണോ തൽ അബിന നിങ്ങൾ കളിക്കുന്നത് എന്നാണ് അമല് പണിയെടുക്കേണ്ട സമയത്താണോ നിങ്ങൾ കളിക്കുന്നത് എന്നാണ് ചോദ്യം മറ്റേ തഖറഅന അപ്പൊ തൽ അബിന എന്ന് പറഞ്ഞത് നിങ്ങൾ കളിക്കുന്നു അത് ചോദ്യം മറ്റേ തഖറഅന നിങ്ങൾ എപ്പോൾ വായിക്കും അദ്ദുറൂസ വമതാ തക്തുബുന അൽ വാജിബാത്ത് നിങ്ങൾ എപ്പോൾ വാജിബാത്ത് എന്താണ് ഹോംവർക്ക്. ഹോംവർക്ക് ഇവിടെ അർത്ഥം ഹോംവർക്ക് എന്നാണ് വമതാ തക്തുബുന അൽ വാജിബാത്ത് നിങ്ങൾ എപ്പോഴാണ് ഹോംവർക്ക് എഴുതുന്നത് ആ അർത്ഥത്തിലാണ് ഇവിടെ ജോലി സമയം എന്നല്ല കേട്ടോ പണിയെടുക്കേണ്ട സമയം എന്ന് വർക്ക് ചെയ്യേണ്ട സമയത്താണോ നിങ്ങൾ കളിക്കുന്നത് എന്ന് വർക്ക് എന്ന് പറഞ്ഞാൽ പ്രൊഫഷൻ എന്ന ജോലി എന്ന് മലയാളത്തിൽ പറയുന്ന ജോലിയല്ല
വർക്കിംഗ് ടൈം പണിയെടുക്കേണ്ട സമയത്താണോ, വർക്ക് ചെയ്യേണ്ട സമയത്താണോ? നമ്മൾ പറയുമല്ലോ, വർക്ക് ചെയ്യേണ്ട സമയത്താണോ നിങ്ങൾ കളിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് ചോദിച്ചത്. മറ്റേ തഖറഅന ദുറൂസ, നിങ്ങൾ എപ്പോൾ പാഠം വായിക്കും? ഒമത്താ തക്തുബിൻ. അപ്പോ മാർക്ക് ചെയ്യേണ്ട പദങ്ങൾ തല്ലാബിൻ, തഖറഅന, തക്തുബിന. ഇതൊക്കെ പെണ്ണുങ്ങളോട് പറയുമ്പോൾ, പെണ്ണുങ്ങളോട് പറയുമ്പോൾ ആ നൂനിന് എന്ത് പേര് പറഞ്ഞു നമ്മള്? തല്ലാബിന, തഖറഅന, തക്തുബിന. നൂനിന്റെ പേരെന്താ? നൂനുൻ നിസ്വത്ത്. നൂനുൻ നിസാഅോ? നിസ്വത്ത്. നൂനുൻ നിസ്വത്ത്. നൂൻ നിസ്വത്തിന്റെ നൂൻ നിസ്വത്താണെന്ന് എങ്ങനെ അറിയാൻ പറ്റും? മുമ്പുള്ള നൂൻ നിസ്വത്തിന് മുമ്പ് സുക്കുനായിരിക്കും, മുമ്പുള്ള അക്ഷരത്തിന് സുക്കുനായിരിക്കും. അൽബനാത്ത്. അവിടെ സംശയം. ഈ തഖറഅന ദുറൂസ വമതാ തക്തുബുനൽ വാജിബാത്തി, അവിടെ കസറും ആദ്യത്തെ ഫത്ഹ വന്ന് എന്തോന്നു? നമ്മള് പിന്നെ സ്ത്രീലിംഗ ബഹുവചനം പറഞ്ഞില്ലേ? സ്ത്രീലിംഗ ബഹുവചനത്തിന് ഫത്ഹ വരേണ്ട സ്ഥാനത്ത് കസ്റേ കൊടുക്കുകയുള്ളൂ. ഓർക്കുന്നില്ലേ? സ്ത്രീലിംഗ ബഹുവചനത്തിന് എങ്ങനെയാണ് അടയാളം കൊടുക്കുന്നത്? എവിടെയെങ്കിലും മുസ്ലിമാത്ത, മുഅ്മിനാത്ത, ഖാനിതാത്ത, തായിബാത്ത, ആബിദാത്ത എന്നോ? ഒരു ഇത്തായും ഇല്ല, എല്ലാം തീയേ ഉള്ളു. ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന പോലെ താത്തി എന്ന് പറയുന്ന പോലെ താത്ത ഇല്ല. നിങ്ങളുടെയൊക്കെ താത്തയ്ക്ക് പകരം താത്തി എന്ന് പറയൂ. ഞങ്ങളുടെ താത്തയ്ക്ക് പകരം താത്തി എന്ന് പറയും. അപ്പൊ അതേപോലെ താത്ത ഇല്ല അറബിയില്. മുസ്ലിമാത്ത, മുഅ്മിനാത്ത, ഖാനിതാത്ത. ഫത്തഹ വരേണ്ട സമയത്തൊക്കെ എന്ത് ചെയ്യും? കസ്ർ കൊടുക്കും. പഠിച്ചില്ലേ? പഠിച്ചിട്ടുണ്ട് കേട്ടോ. പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മൾ ഷോർട്ട് ഒരു ചെറിയ ബുക്ക് ഉണ്ടാക്കിയിട്ട് ഇതേപോലെ എഴുതി വെക്കണം. ചെറിയ ബുക്ക്. ഇത് 20 രൂപ എന്നൊക്കെയാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ചിലപ്പോൾ 10, 15 അല്ലെങ്കിൽ 5 രൂപയ്ക്ക് കിട്ടും. ചെറിയ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും? 300 ടൈംസ് പ്രയോജനം ചെയ്യുമെന്നാണ് വിദഗ്ധന്മാർ പറയുന്നത്. നമ്മൾ പറയുന്ന പോലെ വാജിബത്തുൻ എന്നുള്ള സ്ത്രീലിംഗം ബഹുവചനാക്കിയപ്പോ അതിന് കസർ വന്നു അല്ലേ? വാജിബാത്ത് അങ്ങനെയല്ല. വാജിബത്തുൻ എന്ന പദം ലമ്മാണ് അടിസ്ഥാനപരമായി. അതിനെ ബഹുവചനമാക്കുമ്പോൾ ലമ്മ് തന്നെ കൊടുക്കും, വാജിബാത്തുൻ. അതിന് ഫത്തഹ കൊടുക്കേണ്ട സമയമാകുമ്പോൾ കസ്റേ കൊടുക്കുകയുള്ളൂ. ഫത്തഹ സ്വീകരിക്കുന്ന എല്ലാ സ്ത്രീലിംഗ ബഹുവചനം. അത് പഠിച്ചിട്ടുണ്ട്. അതെ, സമാവാത്തിനൊക്കെ കസ്റേ ഉള്ളൂ. ഖലഖസ്സമാവാതി വൽ അർദ. അർദിലെ ഫതഹും സമാവാത്തിന്റെ കസ്റും. പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഫരീദ് സാഹിബിന്റെ ചോദ്യത്തിന് തന്നെ കഴിഞ്ഞ 1-2 ക്ലാസ്സിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നെ പ്രായത്തിൽ വാങ്ങിച്ചൊന്നിട്ട് പറഞ്ഞു. നമ്മള് ഈ മെമ്മറി വർക്ക് ചെയ്യാൻ നമ്മൾ പറയുന്ന സംഭവം ഉപയോഗിച്ചേ പറ്റും. കഴിഞ്ഞ കണ്ണൂർ നമ്മൾ ക്ലാസ്സിന് പോയപ്പോഴത്തേക്ക് കണ്ണൂര് 14,000 വാക്കുകൾ പഠിപ്പിക്കുന്നതാവുന്നത്. 4 മണിക്കൂറിനുള്ളിൽ 14,000 വാക്ക് പഠിപ്പിക്കുന്നത്. അപ്പൊ ചില ആൾക്കാർ വന്നിട്ട് അവർ വിചാരിച്ച് ഈ 14,000 വാക്കിൽ ഒരു 1000 വാക്കുകളും കിട്ടിയാൽ മതി നമുക്കെന്ന് വിചാരിച്ചിട്ട് ആദ്യമേ വന്നില്ല. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഇതെങ്ങനെയാണ് മെമ്മറി വർക്ക് ചെയ്യുന്നതെന്നാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അവർക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അപ്പൊ അവര് കൗണ്ടറിൽ പോയി, റിസപ്ഷൻ കൗണ്ടറിൽ പോയി പറഞ്ഞു, ഇതെന്താണ് 14,000 വാക്ക് പഠിപ്പിക്കുന്നത്, ഇത് എപ്പോഴാ പഠിപ്പിക്കുക, എന്താ പറഞ്ഞു തരാത്തെന്നൊക്കെ പറഞ്ഞിട്ട് അവര് ഓടിക്കളഞ്ഞെന്നാ പറഞ്ഞു. അവസാനം നമ്മൾ 10 പേര് 1/2 മണിക്കൂർ കൊണ്ട് 14,000 15,000 വാക്കുകളും പഠിപ്പിച്ചു തരും. ഞാൻ ചടപടയെന്നല്ല, സാവധാനം തന്നെ പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടതെന്ന് ഗൈഡൻസ് കൊടുത്തു, പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ പറയുന്ന കുറേ പ്രൊസീജിയർ ഉണ്ട്. ഈ പ്രൊസീജിയർ എല്ലാം നമ്മൾ പറയുന്നത് അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ്. അനുഭവ സാക്ഷ്യത്തിന്റെ വെളിച്ചത്തിൽ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മെമ്മറി വർക്ക് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആ പണിയെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. ഓക്കെ. അതിൽപ്പെട്ട ചില സംഗതികളാണ് ചേഞ്ച്. ചേഞ്ചിന് മാത്രമാണ് ചേഞ്ച് ഉണ്ടാകാൻ പാടില്ലാത്തത്.
ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ആ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നതിൽ മാറ്റം ഉണ്ടാകാൻ പാടില്ല. ചേഞ്ചിൽ മാത്രം മാറ്റം ഉണ്ടാകാൻ പാടില്ല. ചേഞ്ച് മാറിയ പിന്നെ എന്താവും? ചേഞ്ച് അല്ലാതെ ആവും. അങ്ങനെയല്ല, എപ്പോഴും ചേഞ്ച് കൊണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും. കാരണം നമ്മുടെ മൈൻഡ് എപ്പോഴും ഫ്ലെക്സിബിൾ ആണ്. ഫ്ലെക്സിബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് പറയുന്നത് ഉൾക്കൊള്ളാൻ കഴിയും. അപ്പൊ അത് പെട്ടെന്ന് അതേപോലെ അതിലൊരു പോയിന്റാണ് നമുക്ക് പുതുമയുള്ള കാര്യങ്ങൾ. ഇപ്പോ പരീക്ഷയായിട്ട് പോലുള്ള ആൾക്കാർ, കുറെ ആൾക്കാരെന്താണ് ഫൈനലൊക്കെ കഴിഞ്ഞ ആൾക്കാരാണ്. ഫൈനലൊക്കെ കഴിഞ്ഞ ആൾക്കാർക്ക് മിക്കവാറും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ചില കാര്യങ്ങൾ പുതുമയുള്ള ഉണ്ടാവും. അതിപ്പോ എന്ത് ചെയ്യാ, ചെറിയൊരു ബോക്സിൽ എഴുതിയിട്ട് പോക്കറ്റ് വെച്ചിട്ടുള്ളത്. ഈ പോക്കറ്റ് വെച്ചുകൊണ്ട് നടക്കുന്നതിന് തന്നെ വേറൊരു സംഭവം ഉണ്ടെന്ന് സൈക്കോളജിക്കൽ എഫക്റ്റ് ഉണ്ടെന്നാണ്. എനിവേ, അങ്ങനെ കുറെ സംഗതികൾ മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ ഓർത്തെടുത്തിട്ട് എന്തൊക്കെയാണ് പറഞ്ഞത് അത് ഒക്കെ ചെയ്യുക. പുതിയൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, ഹാസിബു അൻഫുസക്കും ഖബ്ല അൻ തുഹാസബു പറഞ്ഞു. അപ്പോ എന്ത് ചെയ്യുക, കിടക്കാൻ നേരത്തെ രാവിലെ മുതൽ ചെയ്ത എല്ലാ കാര്യങ്ങളും ഓർമ്മിക്കുക. ഇന്ന് രാവിലെ എന്തൊക്കെയാണ് ചെയ്തത്? അപ്പോൾ ഒരു ഹിസാബാവും, അത് വിചാരണയാവും. ചെയ്യാൻ പാടുണ്ടായിരുന്നു, ചെയ്യാൻ പാടില്ലായിരുന്നു. അത് മാത്രമല്ല, അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഓരോ ആക്ടിവിറ്റി എന്ത് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഒരു ദിവസം കൊണ്ടുവരാൻ പറ്റിയാൽ അടുത്ത ദിവസം കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഓർമ്മിക്കാൻ പറ്റും. അതിൻ്റെ അടുത്ത ദിവസം വേറെ കുറെ കാര്യങ്ങൾ കൂടി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഓർമ്മിച്ചെടുക്കാൻ പറ്റും. പെട്ടെന്ന് ഓർമ്മിക്കാൻ പറ്റും. അപ്പോ അൽബനാത്ത് നഹ്നു ഖറഅന അദ്ദുറൂസ. അപ്പൊ ഇവിടെ പഠിക്കാനുള്ള പാഠം നഹ്നു ഖറഅന. മാവിയാണ്. നഹ്നു ബനാത്താണ് പറയുന്നത്. ബനാത്ത് പറയുമ്പോൾ നഹ്നു തന്നെയാണ്, ഖറഅന തന്നെയാണ്. അപ്പൊ അവരെന്തുകൊണ്ടാണ് ഇപ്പോ കളിച്ചുകൊണ്ടിരിക്കുന്നത്? നഹ്നു ഖറഅന ദുറൂസ. ഖറഅന എന്നാണ് ചേർത്ത് വായിക്കുമ്പോൾ ഖറഅന ദുറൂസ. അലിഫ് ലാമിന്റെ ലാമിന് സുക്കൂൻ ആയതുകൊണ്ടാണ് ഖറഅന ദുറൂസ. ഞങ്ങൾ പാഠങ്ങൾ വായിച്ചു കഴിഞ്ഞു. വകതബനൽ വാജിബാതി. കതബനൽ വാജിബാതി എവിടെയും കണ്ട ഫത്തഹിന് പകരമാണ് കസ് കൊടുത്തിരിക്കുന്നത്. കതബന ഞങ്ങൾ എഴുതി കഴിഞ്ഞു, അൽ വാജിബാതി ഹോംവർക്കുകൾ. അൽഹംദുലില്ലാഹ്. ഹാമിദ്. അഹ്സൻതുന്ന. അപ്പോ അഹ്സൻത നീ എന്ത് ചെയ്തു? നീ നന്മ ചെയ്തു, അല്ലെങ്കിൽ നീ നന്നായി വർക്ക് ചെയ്തു. അഹ്സൻതുന്ന നിങ്ങൾ പെണ്ണുങ്ങൾ നന്നായി വർക്ക് ചെയ്തു. യാ ബനാത്തി. അഹ്സൻതുന്ന യാ ബനാത്തി. വെൽ ഡൺ ഓ മൈ ഡോട്ടേഴ്സ്. هكذا تفعل التلاميذ، هكذا تفعل التلميذات المجتهدات. هكذا تفعل. അപ്പൊ ഈ തഫ്അലു എന്ത് സ്ഥാനത്തുള്ളതാണ്? സ്ത്രീലിംഗ ബഹുവചനമാണോ, ഏകവചനമാണോ? ഏകവചനം. സ്ത്രീലിംഗ ഏകവചനം. സ്ത്രീലിംഗ ഏകവചനം. സ്ത്രീലിംഗ ഏകവചനമാണ്. പിന്നെ അവളെ നമുക്കിവിടെ പറയാൻ പറ്റില്ല. ശേഷം വരുന്നത് തിൽമീദാത്തു. അത് ബഹുവചനമാണ്. അപ്പോ തിൽമീദാത്ത് ബഹുവചനം ഇതിന് മുമ്പ് ക്രിയ വന്നുകൊണ്ട് എന്ത് ചെയ്തു? ഹകദാ തഫ്അലു പ്രകാരമാണ് പ്രവർത്തിക്കുന്നത്. തിൽമീദാത്തു എന്ന് പറഞ്ഞാൽ എന്താണ്? പെൺകുട്ടി, വിദ്യാർത്ഥിനികൾ. വിദ്യാർത്ഥിനി എന്നല്ല എൻ്റെ അർത്ഥം. ശിഷ്യൻ. തിൽമീദ് എന്ന് പറഞ്ഞാൽ ശിഷ്യൻ എന്നാണ് കേട്ടോ. ശരിക്കും അതിന്റെ പ്രയോഗത്തിലുള്ള അർത്ഥം നമ്മൾ മലയാളത്തിൽ പറയുന്നത് ശിഷ്യൻ എന്നാണ്. സ്റ്റുഡൻസ്, നമ്മൾ ഒരാളുടെ ഒരു ഷേഖിന്റെ സ്റ്റുഡന്റ് ആണ് ഈ ഷേഖ് എന്ന് പറയുന്നത്. താലിബു ഉസ്താദ് നിജൂം അബ്ദുൽ വാഹിദ് എന്നല്ല പറയാ. നിജൂം ഉസ്താദിന്റെ സ്റ്റുഡന്റ് ആണ് എന്നല്ല പറയാ. തിൽമീദ് അൽ ഉസ്താദ് നിജൂം അബ്ദുൽ വാഹിദ് എന്ന് പറയും. അങ്ങനെയാണ് പറയുന്നത്. നമ്മുടെ മലയാളത്തില് ശിഷ്യൻ എന്ന് പറയും. മലയാളത്തില് നിജൂം ഉസ്താദിന്റെ പഠിതാവാണ് അദ്ദേഹം എന്നല്ല പറയുന്നത്. അങ്ങനെ പറയുന്നത് ശരിക്കും ശരിയായ പ്രയോഗമല്ല.
അദ്ദേഹത്തിന്റെ ശിഷ്യ, അതായത് പഠിച്ചു കൊണ്ടിരിക്കുമ്പോൾ പറയാം, പഠിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് താലിബാണെന്നും പഠിതാവാണെന്നും പറയാം. പഠിച്ചു കഴിയുമ്പോൾ എന്താ പറയാ? അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്നു. പഠിതാവാണെന്ന് പറയാൻ പറ്റില്ല, അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കീഴിൽ പഠിച്ച ആളാണ് എന്നാണ്. അപ്പൊ അതേപോലെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തിൽമീദിന്റെ അർത്ഥം. തിൽമീദിന്റെ മലയാളത്തിൽ എന്താ എഴുതി ഞാൻ നോക്കില്ല, ഇങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. തിൽമീദ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡന്റ് എന്നാണ്, അല്ലെങ്കിൽ മലയാളത്തിൽ എന്താ എഴുതിയിട്ടുള്ളത് ആരെയും വായിച്ചു? വിദ്യാർത്ഥി എന്ന് പറയാറുണ്ട്. വിദ്യാർത്ഥി ആയിക്കോട്ടെ. ഉസ്താദിന്റെ വിദ്യാർത്ഥി ആയിരുന്നു എന്ന് നമ്മൾ പറയാറില്ല. നമ്മളിപ്പം നമ്മള് പിന്നെ ഇത് വായിച്ചാലേ, ഏതെങ്കിലും ഗ്രന്ഥകർത്താവിന്റെ അറബിയിലെ വായിച്ചു നോക്കണം, ഏതെങ്കിലും പുസ്തകത്തിന്റെ ഇൻട്രൊഡക്ഷൻ വായിച്ചു. ആ പുസ്തകത്തിന്റെ ഇൻട്രൊഡക്ഷൻ വായിക്കുമ്പോൾ ആ പുസ്തകത്തിന്റെ രചയിതാവിനെ കുറിച്ച് എഴുതിയിട്ടുണ്ടാവും, ഗ്രന്ഥകർത്താവിനെ കുറിച്ച്. ഗ്രന്ഥകർത്താവിനെ കുറിച്ച് എഴുതുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അദ്ദേഹത്തിന്റെ ഗുരു ആരായിരുന്നു, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാരായിരുന്നു, അദ്ദേഹത്തിന്റെ ഗുരുനാഥന്മാരാരായിരുന്നു, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ. അപ്പൊ അദ്ദേഹത്തെ മനസ്സിലാക്കാനുള്ള ഒരു പ്രധാന ഘടകമാണ്. ഒരു പുസ്തകം എഴുതിയ ആളിനെ മനസ്സിലാക്കണമെങ്കിൽ അയാളുടെ ഗുരുനാഥന്മാരെയും അയാളുടെ ശിഷ്യന്മാരെയും അറിഞ്ഞിരിക്കണം. അവർ വല്ല വ്യതിചലിച്ചു പോയ വിശ്വാസ പ്രമാണക്കാരാണോ എന്നൊക്കെ അറിയണ്ടേ. അപ്പൊ അതുകൊണ്ട് ഏത് ഗ്രന്ഥത്തെ പരിചയപ്പെടുത്തുമ്പോഴും അറബികൾ ചെയ്യുന്ന ഒരു പ്രധാന കാര്യമാണ് ഗ്രന്ഥകർത്താവിന്റെ ഗുരുനാഥന്മാരുടെ പേരും ശിഷ്യന്മാരുടെ പേരും. അപ്പൊ അത് വായിച്ചു നോക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഉസ്താദ്മാർ ഇദ്ദേഹം ആയിരുന്നു, അല്ലെങ്കിൽ ഷിയൂഖ് എന്നാണ് പറയുക, ഉസ്താദ്മാരെന്നാണ്. ഇദ്ദേഹത്തിന്റെ ഷേഖ്മാർ ഇങ്ങനെയാളായിരുന്നു. പിന്നെ തിൽമീദ് അല്ലെങ്കിൽ തലാമീദ്, ഇങ്ങനെ ഈ പറയുന്ന ആൾക്കാരെ അത് കാണാൻ പറ്റും. അവിടെയൊന്നും താലിബെന്ന് കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് തൽക്കാലം വിദ്യാർത്ഥി എന്ന് ഉപയോഗിക്കാം. ഇപ്പൊ ഹാർഡ് വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻസ്, കുട്ടികൾ ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. തിൽമീദാത്ത് സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് മുജിത്തഹിദാത്ത് സ്ത്രീലിംഗ ബഹുജനം ആയിട്ട് വന്നത്. മറ്റാ തദ്ഹബിന ലിസിയാറത്തി ഖാലത്തികുന്ന, മറ്റാ തദ്ഹബിന നിങ്ങൾ എപ്പോഴാണ് പോകുന്നത്? ലിസിയാറത്തി ഖാലത്തികുന്ന, ഖാലത്താരാണ്? ഉമ്മയുടെ സഹോദരി. ഇളയമ്മ മൂത്തമ്മ എന്ന് പറയാം. നിങ്ങള് മൂത്തമ്മയെ കാണാൻ എപ്പോഴാ പോകുന്നത്? അപ്പൊ എവിടെ നമുക്ക് പഠിക്കാനുള്ള എന്താണ്? ഖാലത്തി കുഞ്ഞ, ഖാലത്തി കുഞ്ഞ, നിങ്ങളുടെ. അപ്പോ കിതാബുഹും കിതാബുക്ക കിതാബുക്കും കുഞ്ഞ. ഇവിടെ സിയാറത്ത് ഖാലത്തിലേക്ക് ഇളാഫത്ത് ചെയ്തുകൊണ്ടാണ് ഖാലത്തിന് കസ്ർ വന്നത്. ലി സിയാറത്തി ഖാലത്തി കുഞ്ഞ, ലി വന്നുകൊണ്ട് സിയാറത്തിന് കസ്ർ വന്നു. സിയാറത്തിനെ ഖാലത്തിലേക്ക് ഇളാഫത്ത് ചെയ്തുകൊണ്ട് ഖാലത്തിന് കസ്ർ. ഇവിടെ ഹർഫുൽ ജറിന്റെ ലീ ആണ് ഇവിടെ ഉള്ളത്. അതെ, അല്ലാത്തൊരു ലീ ഉണ്ടോ? അല്ലാത്ത ലീ എവിടെ വരുന്നത്? എവിടെ വേണ്ടി പർപ്പസിന് വേണ്ടിയിട്ടുള്ള ലീ ഉണ്ടാവൂല. അതെവിടെ വരുന്നത്? ഫേലിന് മുമ്പ്. ജറിന്റെ ഹർഫ് എവിടെ വരും? ഹർഫ് ജറ് എവിടെയാണ് ജറ് ചെയ്യുന്നത്? നൗനിന്റെ മുമ്പിൽ. നാമത്തിനാണ് പിന്നെ ജറ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഹർഫ് ജറ് വരുന്നത് നാമത്തിന്റെ മുമ്പായിരിക്കും. ലാമു താലീൽ വരുന്നത് ഫഅലിന്റെ മുമ്പായിരിക്കും. ഖാലത്തികുന്ന അതഅരിഫ്ന അന്നഹ മരീദത്തുൻ, അതഅരിഫ്ന നിങ്ങൾ അറിയുമോ? ഡു യു നോ? തഅരിഫ്ന അന്നഹ. ഇപ്പോ നാലയ്ക്ക് ശേഷം ഇന്ന പറയണം, അല്ലാത്തയിടത്തൊക്കെ അന്ന പറയണം. അതഅരിഫ്ന നിങ്ങൾക്കറിയുമോ? അന്നഹ മരീദത്തുൻ. മരീദത്തിന് എന്താ പറയാ നമ്മള്? രോഗി.
രോഗിയാണ്. രോഗി. മലയാളത്തിൽ നമുക്ക് ഇംഗ്ലീഷിൽ പറയുമ്പോൾ പലപ്പോഴും പല അർത്ഥം പറയേണ്ടി വരും. ചില സമയത്ത് പേഷ്യൻ്റ് എന്ന് പറയാൻ പറ്റും, ചില സമയത്ത് സിക്ക് എന്ന് പറയാൻ പറ്റും. ഇവിടെ പേഷ്യൻ്റ് എന്ന് പറയാൻ പറ്റില്ല, ഇവിടെ എന്താണ് സിക്ക് എന്നാണ് പറയുന്നത്. ശരിയല്ലേ? അദ്ദേഹത്തിന് സുഖമില്ല എന്ന അർത്ഥത്തിൽ പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? അവർക്ക് സുഖമില്ല എന്ന അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ മരിയത്തിൽ നിന്നേ ഉപയോഗിക്കും, പേഷ്യൻ്റ് എന്ന് പറയാൻ പറ്റും. ഹോസ്പിറ്റലിൽ വരുമ്പോഴത്തേക്ക് ഹോസ്പിറ്റലിലെ മരുതത്വം എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് എന്ന് പറയും. طيب البنات نعم نعرف. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നഅരിഫു എന്നത് പെണ്ണുങ്ങൾക്ക് പറയുമ്പോൾ കോമൺ ആണ് എന്ന് പറയാൻ വേണ്ടിയാണ്. نعم نعرف ذلك, we know that, ഞങ്ങൾക്കറിയാം. ഷഫാഹ അല്ലാഹ്, എന്താ ഷഫാഹ അല്ലാഹ്? അള്ളാഹു ശിഫയാക്കട്ടെ. അള്ളാഹു അവർക്ക് ശിഫയാക്കട്ടെ. നമ്മള് ഒരാൾ രോഗിയാണെന്ന് ഒന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഷഫാഹ അല്ലാഹു എന്നാണ് നമ്മൾ പറയുന്നത്. അവിടെ ഒരു അംസ് ലോപിച്ചു പോയിട്ടുണ്ടോ? എവിടെ? ഷിഫ ഉൻ. ഇവിടെ മസ്ദർ അല്ല, ഇവിടെ മസ്ദർ അല്ല, ഷഫ. ഷഫ. ഇവിടെ ഫേല് മാളിയാണ്, ഫേല് മാളിയാണ്. ഓക്കെ, റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന അതേ പാറ്റേൺ ആണ്. റളിയ എന്ന് പറയുമ്പോൾ തൃപ്തിപ്പെട്ടു, മാളിയായിട്ടാണ് ആശംസാ വചനങ്ങൾ പറയുന്നത്. റഹിമഹുല്ലാഹ് എന്നൊക്കെ പറയുന്ന പോലെ. നമ്മൾ മലയാളത്തിൽ പറയുന്ന പോലെ മർഹൂം എന്ന് അറബികൾ ഉപയോഗിക്കാറില്ല. റഹ്മഹുല്ലാ എന്ന് പറയും, അല്ലെങ്കിൽ റഹ്മത്തുല്ലാഹി അലൈഹി എന്നും പറയാം. അപ്പൊ അവിടെ ക്രിയാധാതമാണ് ഉപയോഗിച്ചത്. ഷഫാഹല്ലാ സനദ്ഹബു ലിസിയാറത്തിഹ, സനദ്ഹബു ലിസിയാറത്തിഹ, ഞങ്ങൾ പോകും, അവരെ വിസിറ്റ് ചെയ്യാൻ പോകും, ഉടനെ തന്നെ പോകും എന്നർത്ഥം. സായാണ് പറഞ്ഞത്. തീർച്ചയായും സമീപഭാവിത്തിന് നമ്മൾ പോകും. ലിസിയാറത്തിഹ ഹാദൽ മസാ, ഞങ്ങൾ പോകും. എപ്പോൾ പോകും? ഈ വൈകുന്നേരം. ദിസ് ഈവനിങ്. ദിസ് ഈവനിങ്. മലയാളത്തിലെ ശൈലിയല്ല, ഇംഗ്ലീഷിൽ വേണമെങ്കിൽ അങ്ങനെ പറയാം, അറബിയിലും അങ്ങനെ പറയും. ഹാദൽ മസാ എന്ന് പറയും. ഇൻഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചു. ഹാമിദ് യാ അഹ്മദു അതാരിഫു മതാ യർജിഉൽ ജീറാനു മിൻ മക്കത്ത. മതാ യർജിഉൽ ജീറാനു. അപ്പൊ ജീറാൻ എന്താണ്? അയൽവാസികൾ. അയൽവാസികൾ. അതിന്റെ ഏകോചനം എന്താണ്? ജാർന്നാണോ? ജാറുൻ. ജാറുൻ. ജാർ ഖുർആനിലുണ്ട് അല്ലേ? ജീറാൻ വന്നിട്ടില്ല. ജീറാൻ വൽ ജാരി ദിൽ ഖുർബ വൽ ജാരിൽ ജുനുബി. ജീറാൻ ഹദീസുകളിൽ പല പ്രാവശ്യം ജീറാൻ വന്നിട്ടുണ്ടോ? മയ്യിത്ത് നിസ്കാരത്തില് ദുആയിലുണ്ടല്ലോ. ജീറാനും ഖൈറൻ മിൻ ജീറാനിഹി. അത് എല്ലാ പ്രാർത്ഥനയിലും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഒരെണ്ണത്തിൽ അതങ്ങനെ കാണുന്നില്ല. ജീറാന് സഹിഹായ ഹദീസിൽ എനിക്ക് തോന്നുന്നു, മുത്തഫഖുൻ അലൈഹി ഹദീസിൽ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ പണ്ട് പഠിച്ചത് ജീറാൻ ഉണ്ടായിരുന്നു, ഈയിടെയൊക്കെ പറയുന്നത് ജീറാൻ ഇല്ലാതെയാണ് പറയുന്നത്. വാബിദുൽ ഖുദാരൻ ഖൈറൻ മിൻ ദാരിഹി വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി വസൗജൻ ഖൈറൻ മിൻ സൗജിഹി വഅദ്ഖൽഹുൽ ജന്ന എന്നാണ്. അപ്പൊ ജീറാനൻ ഇവിടുന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ സഹിഹായ ഹദീസിൽ അത് കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നുകൂടെ നോക്കിയാലേ അറിയാം. യർജിഉൽ ജീറാനു മിൻ മക്കത്ത. മത്താ യർജിഉൽ ജീറാനു മിൻ മക്കത്ത. അപ്പൊ ജീറാൻ എന്നുള്ള ബഹുവചനമാണ്, അവിടെ ഏകവചന ക്രിയയാണ് ഉപയോഗിച്ചത്. ഇത് പുല്ലിംഗമായതുകൊണ്ട് യർജി എന്നുള്ള പുല്ലിംഗമാണ്. അത് തന്നെയല്ലേ ആ സ്പെല്ലിംഗ് തന്നെയല്ലേ ജാറ് മജ്റൂർ എന്ന് പറയുമ്പോ ജാറ് അത് തന്നെയല്ലേ?
ജാർ മജ്റൂർ എന്ന് പറയുമ്പോൾ ജാർ അതാണെങ്കിലും അവിടെ ജാർ എന്ന് പറയുന്നിടത്ത് ശബ്ദമുണ്ട്. ഓ ജറുൻ എന്നാണ് പറയുന്നത്. ജറ് കസർ. ഉം. ജർ എന്ന് പറയുന്ന ഒരു പൊസിഷനാണ് കേട്ടോ. അപ്പൊ എപ്പോഴും ആ, കസറായിരിക്കും. ഉം. ഈന വരും, ഐനി വരും, അല ഇലാഫി ചിലപ്പോ ഫത്തഹ് വരും. ഇവിടെ മിൻ മക്കത്ത എന്നല്ലേ പറഞ്ഞത്. ഉം. മിൻ മക്കത്ത. മക്ക സ്ത്രീലിംഗ താഴെയുള്ള സ്ത്രീലിംഗ പദമായതുകൊണ്ട് അതിന് ഫത്തഹ വരുള്ളൂ. അത് 10 വരുള്ളൂ. ഫാത്തിമത്തിന്റെ നിയമമാണ് മക്കത്തിന്. അഹമ്മദ് കാലലി യൂസുഫു ഇന്നന. കാലലി യൂസുഫു, കാലയ്ക്ക് ശേഷം എന്ത് പറയണം? കാലലി യൂസുഫു, യൂസുഫ് എന്ത് പറഞ്ഞു? ഇന്ന ഉപയോഗിച്ചിട്ടാണ് ബാക്കി പറയുക. ഇന്നന സനർജിഉ ഫിൽ ഉസ്ബുഇൽ ഖാദിം. യൂസുഫ് നമ്മുടെ അടുത്ത് പറഞ്ഞ എന്താണ്? ഇന്നന സനർജിഉ, ഞങ്ങൾ മടങ്ങി വരും. ഫിൽ ഉസ്ബുഇൽ ഖാദിം, നെക്സ്റ്റ് വീക്ക്, അല്ലെങ്കിൽ വരുന്ന ആഴ്ച ഞങ്ങൾ മടങ്ങി വരും എന്നാണ് യൂസുഫ് എന്നോട് പറഞ്ഞത്. അളുന്നു അന്നഹും സയർജിഊന യൗമ സബ്തി ഇൻഷാ അല്ലാഹ്. അളുന്നു, ഐ തിങ്ക്. ലന്നയ്ക്ക് ശേഷം എന്താ ഉപയോഗിച്ചത്? അന്നയാണ് ഉപയോഗിച്ചത്. അന്ന. അളുന്നു അന്നഹും സയർജിഊൻ, ഞാൻ വിചാരിക്കുന്നു അവര് വരും, മടങ്ങി വരും. യൗമ സബ്തി, സബ്ത് എന്താണ്? ശരി. സാബത്ത് നാള്. സാബത്ത് നാള്, സാറ്റർഡേ, ഇൻഷാ അല്ലാഹ്. എല്ലാ ദിവസങ്ങളും ഓർമ്മയുണ്ടല്ലോ. യൗമ സബത്ത്, സബത്ത് കഴിഞ്ഞ അടുത്ത ഏതാണ്? യൗമുൽ അഹദ്. പിന്നെ ഒന്നേന്നെണ്ണണം. സബത്ത് കഴിഞ്ഞാല് അൽ അഹദ്, യൗമുൽ അഹദ്. പിന്നെ അടുത്തത് യൗമുസാനി. യൗമുൽ സാനി അല്ല, യൗമുൽ ലിസ്നൈൻ. യൗമുൽ ലിസ്നൈൻ കഴിഞ്ഞാല് യൗമുസുലുസ്. യൗമുൽ സുലസാഉ. യൗമുൽ സുലസാഇ എന്നാണ്. അസുലസാഉ. പിന്നെ അടുത്തേതാണ്? യൗമുൽ റുബുഅൊക്കെ ഈജിപ്ഷ്യൻ ഭാഷയാണ്. യൗമുൽ അർബിആ. അൽ അർബിആ. റുബു എന്നാണ് നമ്മള് മലയാളത്തിൽ പറയുമ്പോൾ കുറെ അക്ഷരങ്ങളൊക്കെ ലോപിക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുമ്പോൾ വേറെ ആരെങ്കിലും സംസാരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇപ്പൊ നമ്മൾ അറബിയുടെ അല്ലെങ്കിൽ മറ്റു ഭാഷകളുടെ പ്രത്യേകത നമുക്ക് മനസ്സിലാവും. നമ്മളെല്ലാ ഭാഷയും നമ്മൾ അറബികളെയൊക്കെ കുറ്റം പറയും. നമ്മളാണ് ഏറ്റവും വലിയ കുഴപ്പമുണ്ടാക്കുന്നത്. മലയാളത്തിൽ ഒരുപാട് അക്ഷരങ്ങൾ ലോപിക്കുന്നുണ്ട്, ഒരുപാട് അക്ഷരങ്ങൾ സംസാരത്തിൽ. അപ്പൊ അതേപോലെയാണ് അവർ പറയുന്നത് യൗമുർ റുബു. സുലസാന് തുലത്ത എന്നാ പറയാ. തുലത്ത, യൗമു തുലത്ത. സായ എന്ന് പറയില്ല, സായൊക്കെ അവർക്ക് ബുദ്ധിമുട്ടാണ്. തുലത്ത എന്ന് പറയുന്നത്. അപ്പൊ യൗമു സുലസായി, പിന്നെ യൗമുൽ അർബിആയി, യൗമുൽ ഖമീസ്. അപ്പൊ അത്രയുമാണ് എണ്ണം കേട്ടോ. ബാക്കിയെല്ലാം എന്താണ്? യൗമുൽ ഖമീസ് വ്യാഴം, യൗമുൽ ജുമുഅ വെള്ളി, യൗമുൽ സബ്ത് ശനി. ഓർമ്മിച്ച് വെക്കേണ്ടത് വ്യാഴം മുതൽ ശനി വരെയുള്ള ദിവസങ്ങളാണ് ഓർമ്മിച്ച് വെക്കേണ്ടത്. നമുക്കറിയാം വ്യാഴം എന്നത് യൗമുൽ ജുമുഅ പഠിക്കുക. യൗമുൽ ജുമുഅയ്ക്ക് മുമ്പുള്ളത് യൗമുൽ ഖമീസ് ആണ്. യൗമുൽ ജുമുഅയ്ക്ക് ശേഷമുള്ളത് യൗമുൽ സബ്ത് ആണ്. ഇത്രയും കഴിഞ്ഞാൽ പിന്നെ ഒന്നേന്നെണ്ണണം യൗമുൽ അഹദ്. പിന്നെ യൗമുൽ സാനി അല്ല, യൗമുൽ ഇസ്നൈൻ, യൗമുൽ സുലസാ, യൗമുൽ അർബിആ, യൗമുൽ ഖമീസ്, യൗമുൽ ജുമുഅ, യൗമുൽ സബ്ത്. ഓക്കെ. സയർജിഊന യൗമ സബ്തി അന്നഹും സയർജിഊന യൗമ. യൗമ എന്നത് സമയത്തിന്റെ അല്ലെങ്കിൽ സമയം പറയാൻ വേണ്ടി, ദിവസം പറയാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടാണ് യൗമ എന്ന് പത്ത് കൊടുത്തത്. ലർഫ് എന്ന് പറയും. ലർഫു സമാൻ, സന്ദർഭത്തെയോ സമയത്തെയോ സൂചിപ്പിക്കാനുള്ള പദത്തിന് ഫത്തഹായിരിക്കും ഉണ്ടാകും. യൗമ സബ്തി നേരത്തെ ഞാൻ പറഞ്ഞു. യൗമിന് ശേഷം വരുന്നത് അതേപോലെ
അതിനുശേഷം വരുന്ന കസറായിരിക്കും ഉത്സവത്തായിരിക്കും പറയാ. സൂറത്തിന്റെ പേര് പറയുമ്പോൾ അതേപോലെ കസറ് സൂറത്തിന്റെ പേര് നമസ്കാരത്തിന്റെ പറയുമ്പോൾ നമസ്കാരത്തിന്റെ പേര് പറയുമ്പോഴൊക്കെ ഇളാമത്തായിട്ടായിരിക്കും വരും. യൗമുസ്സബതി ഇൻഷാ അല്ലാഹ്. അത്രയേ ഉള്ളൂ പാഠം. പിന്നെ തമാരീനാണ്. അത് ഞാൻ പാഠം വിശാലമായി പറഞ്ഞതേ ഉള്ളൂ. നേരത്തെ പഠിച്ചതൊക്കെ പലതും നേരത്തെ പഠിച്ചതാണ്. അല്ലെങ്കിൽ ഇപ്പൊ സ്ത്രീലിംഗ ബഹുവചനം, മുഖാത്തബത്തും മുഖാത്തബാത്തും. സ്ത്രീലിംഗ ബഹുവചനാകുമ്പോൾ മുഖാത്തബാത്ത്, മുന്നിൽ നിൽക്കുന്ന പെണ്ണുങ്ങളോട് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം മുതൽ പറഞ്ഞാണ്, ഇപ്രാവശ്യം നമ്മളത് പല പ്രാവശ്യം ആവർത്തിച്ചു. സഹ്ഹമായലി, ആദ്യത്തെ തമ്പീന് സഹ്ഹമായലി, കറക്റ്റ് ദ ഫോളോയിങ് ആണ്. തബഹസു ഉമ്മു അഹ്മദ അനിൽ മിഫ്താഹി. ഉമ്മു അഹ്മദ് എന്താ നോക്കുന്നത്? അനിദ്ദവാഇ, മരുന്നാണ് നോക്കിയത്. രണ്ട്, തദ്ഹബു ഉമ്മു അഹ്മദ. ഉമ്മു അഹ്മദ എന്നാണ് പറയുക, ഉമ്മു അഹ്മദിൻ എന്ന് പറയുന്ന കാരണം അഹമ്മദ് ഗൈറു മുൻസരിഫാണ് കേട്ടാ. ഇവിടെയൊക്കെ പ്രത്യേക ദിവസം ഇല്ലാതെ കൊടുത്തിരിക്കുന്നതിന്റെ കാരണം നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞതാണ് എന്നതുകൊണ്ടാണ്. ഉമ്മു അഹ്മദ ഇലൽ മുസ്തഷ്ഫ മഅ സൗജിഹ. ശരിയാണോ? അഹ്മദയാണ്. അപ്പം ഇവിടെ പറഞ്ഞത് ഒരു റിലേഷനാണ് പറഞ്ഞത്. മാ സൗജിഹ എന്ന് റിലേഷനാണ് പറഞ്ഞത്. അപ്പോ അവിടെ റിലേഷൻ പറയണം. അഹ്മദ്, ഉമ്മു അഹ്മദ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ്? ഉമ്മു അഹ്മദ് നേരത്തെ പറഞ്ഞില്ല, അഹമ്മദിന്റെ കൂടെയാണ് പോയെന്ന് ഒരാൾ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ റിലേഷനാണ് പറയേണ്ടത്. ഉമ്മു അഹമ്മദിന്റെ പിന്നെ ആരാണ് അഹമ്മദ്? മകൻ. മകൻ. ഇബ്നിഹ. കഴിഞ്ഞിട്ട് പിന്നെ ഇബ്നിനി ഈ പറയുന്നത്. വേണമെങ്കിൽ അഹ്മദ് എന്ന് പറയാം. മാബിനിഹ എന്ന് പറഞ്ഞാൽ മതി. കാരണം ഇവിടെ ഉമ്മ അഹമ്മദ് എന്ന് പറഞ്ഞപ്പോ പിന്നെ മാബിനിഹ എന്ന് പറഞ്ഞാല് മനസ്സിലാകും ആരാണെന്ന്. അല്ലെങ്കിൽ ഇബ്നി അഹ്മദ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ശരി. അസാലിസ് ഉമ്മു അഹ്മദ ലാ തഅരിഫു ദക്തൂറത സുആദ. അവിടെ ലാ കളയേണ്ടി വരും. ഉമ്മു അഹ്മദ തഅരിഫു ദക്തൂറത സുആദ. ലാ കളഞ്ഞ പോലെ ഇവിടെ ലാ കളഞ്ഞാൽ. അപ്പൊ ദക്തൂറത്ത എന്നും സുആദ എന്നും വരാൻ കാര്യം മനസ്സിലായല്ലോ. ഇവിടെയൊക്കെ നമ്മള് ഇവരെ അടയാളത്ത് എടുത്തിരിക്കുന്നതിന്റെ അർത്ഥം നമ്മൾ അത് പഠിച്ചു കഴിഞ്ഞു, അത് നമ്മൾ വായിക്കാൻ അറിഞ്ഞിരിക്കണം എന്നാണ്. الرابع أحمد يحفظ سورة القلم وإخوته يحفظون سورة الملك. ശരിയാണോ? തിരിഞ്ഞുപോയി. അഹമ്മദ് യഹ്ഫളു സൂറത്തുൽ മുൽക്ക്. മുൽക്കി നേരത്തെ പറഞ്ഞു കസർ കൊടുക്കണം. സൂറത്തുൽ ഖമരി അല്ല കലമി. യഹ്വത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സഹോദരന്മാർ. യഹ്വത്തുള്ള ഒരു ഖുർആൻ സൂക്തം പറഞ്ഞു.
യഹ്വത്തുള്ള ഖുർആൻ സൂക്തം. ഇന്നമൽ മുഅ്മിനൂന യഹ്വത്തുൻ വജാഅ യഹ്വത്തു യൂസുഫ. അതുണ്ട് കേട്ടോ, യഹ്വാനും ഉണ്ട് ഖുർആനിൽ. വയഹ്വാനു ലൂത്ത്, വയഹ്വാൻ. ഓക്കെ. അൽഖാമിസ് ജീറാനു ഹാമിദിൻ ذهبوا إلى الرياض. إلى مكة. إلى المكة. مكة. إلى مكة. അല്ലില്ല, മക്കയ്ക്ക് അല്ലില്ല. അല്ലില്ല. ഓക്കെ ഓക്കെ. മക്കയ്ക്ക് അല്ലില്ല, അതുകൊണ്ട് ഇല മക്കത്ത. അത് വന്നാൽ കെസ്ർ കൊടുക്കാം, പക്ഷെ മക്കയ്ക്ക് കെസ്ർ അല്ല് ഉപയോഗിക്കാറുണ്ട്. الثاني التمرين الثاني. التمرين الثاني أنث الفاعلة. أنث എന്ന് പറഞ്ഞാൽ അർത്ഥം സ്ത്രീലിംഗ മേക്ക് ഫെമിനിൻ, ഫെമിനിൻ ആക്കുക. في كل من الجمل الآتية الفاعلة. الفاعلة എന്താണ്? ഫാഇലിനെ ഫെമിനിൻ ആക്കുക. ഫാഇല എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവൃത്തി ചെയ്യുന്ന ആൾ, പ്രവൃത്തി ചെയ്യുന്ന ആൾ, സബ്ജക്റ്റ്. തഅരിഫുൽ ലുഗത്തൽ അറബിയ്യത യാ സയ്യിദി. അവിടെ എന്ത് ചെയ്യണം? ഫാഇലിനെ ഫെമിനിൻ ആക്കണം. അപ്പൊ എന്ത് ചെയ്യും? ആ തഅരിഫു എന്ന് പറഞ്ഞാൽ നീ ഒരു പുരുഷൻ പ്രവർത്തിക്കുന്നു എന്നാണ്, നീ അറിയുന്നു എന്നാണ്. ആ തഅരിഫു നീ അറിയുമോ? അൽ ലുഗത്തൽ അറബിയ്യത അവിടെ സ്ത്രീലിംഗമാക്കിയാൽ താരിഫീന എന്നാണ് വരിക. താരിഫീന ലുഗത്തൽ അറബിയ്യത യാ സയ്യിദതി. സയ്യിദത്തിന്റെ അർത്ഥം എന്താണ്? മേഡം. സാഹിബും മദാമയില്ലേ? മദാമ എന്ന് പറഞ്ഞാൽ എന്താണ്? മേഡം. അപ്പം അറബി നാടുകളിൽ നിന്ന് വന്നവരൊക്കെ അധികവും പുരുഷന്മാരാണ് വന്നത്. അവര് പുരുഷന്മാരിവിടെ വന്നപ്പോഴത്തേക്ക് അവർക്ക് പ്രയാസമൊന്നും നേരിട്ടില്ല. ഇവിടെയുള്ള ആൾക്കാർ അവർക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. അവർ മതവും ജാതിയും നോക്കിയിട്ടൊന്നല്ല കല്യാണം കഴിച്ചു കൊടുത്തത്. പക്ഷെ അവരെന്ത് ചെയ്തു? അവർ ബുദ്ധിപൂർവ്വം ചെയ്യാൻ പറ്റുള്ളൂ. അവർക്കറിയാം അവര് അവരുടെ മതത്തിലേക്ക് ചേർത്തിട്ടേ ഇവരെ കല്യാണം കഴിക്കൂ എന്ന്. പക്ഷെ എന്നിട്ട് പോലും അവർക്ക് എന്ത് ചെയ്തു? കല്യാണം കഴിച്ചു കൊടുത്തു. അങ്ങനെയാണ് എന്തായത്? മാപ്പിള വന്നത്. മാപ്പിള വന്നപ്പോൾ പെണ്ണിന്റെ വീട്ടിലാണ് താമസം. കാരണം അവർക്ക് എന്തില്ല? അവർക്ക് വീടില്ല. ആണുങ്ങൾക്ക് വീടില്ല. അവർ ആണുങ്ങൾക്ക് കച്ചവടക്കാരായിട്ടൊക്കെ അവിടെ നിന്ന് വന്നവരാ. ഇവിടെ വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? അവരുടെ സ്വഭാവവും അവരുടെ എന്താ പറയാ പെരുമാറ്റ രീതികളും ഒക്കെ കണ്ടപ്പോൾ സഹൃദയപൂർവ്വം തങ്ങളുടെ മക്കൾക്ക് പറ്റിയ ഇണകളാണ് ഇവരെന്ന് മനസ്സിലാക്കി അവർക്ക് കല്യാണം കഴിച്ചു കൊടുത്തത്. ഇങ്ങനെ മദീനത്തെ അൻസാരികൾ അങ്ങനെയാണല്ലോ. അതെ, അൻസാരികള്. പിന്നെ അൻസാരികള് അവർ കല്യാണം കഴിച്ചു കൊടുത്തു. അവര് ഭാര്യമാരെ വിവാഹമോചനം നടത്തിയിട്ട് കല്യാണം കഴിച്ചു. ഇതങ്ങനെയല്ല. ഇതെന്ന് പറഞ്ഞാൽ ഇത് ഇവരെ കുറിച്ച് അറിയില്ലല്ലോ. ഇവർ ഒരു പുതിയ തരം ആൾക്കാരാണ്, നല്ല സംസ്കാരമുള്ള ആൾക്കാർ. അവർ കച്ചവടം നടത്തിയിട്ട് അവര് ഒരു കച്ചവടം സ്ഥാപനം തുടങ്ങും. അവിടെ കച്ചവടം നടത്തിയിട്ട് ഉച്ചയാകുമ്പോഴത്തേക്ക് അവർ അടച്ചിട്ട് പോകും. അവരെന്താ പറയുന്നത്? നിങ്ങൾ എന്താ വൈകുന്നേരം തുറക്കാത്തെന്ന് ചോദിച്ചാൽ, പാവപ്പെട്ട നമ്മൾ സഹോദരൻ അപ്പുറത്തോണ്ട് ഷോപ്പുകാരനുണ്ട്, അവനും വല്ലതും കിട്ടട്ടെ എന്ന്. അതുകൊണ്ട് ഞാൻ നേരത്തെ അടച്ചു പോവാണെന്ന്. കാരണം ഞാൻ തുറന്നു വെച്ചിരുന്നാൽ എല്ലാ ആൾക്കാരും എന്തെന്നെ വാങ്ങുള്ളൂ. അതുകൊണ്ട് ഞാൻ അടച്ചു പോവാണെന്ന്. അങ്ങനെ ഒരുപാട് അവര് 4 വശത്തൊക്കെ നോക്കും. ഇവിടെയൊക്കെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ കൂടെ വരുന്നവരാണ് അവരെ നാല് ചുറ്റുമുള്ള വീടുകളിൽ കൂട്ടിക്കൊണ്ട് പോകുന്നത്. നിങ്ങൾ ആഹാരം കഴിച്ചോ എന്ന് ചോദിച്ചിട്ട് ഞങ്ങളുടെ യജമാനന്
അയൽവാസികളൊക്കെ ആഹാരം കഴിച്ചെന്ന് ഉറപ്പാക്കിയിട്ട് ആ യജമാൻ ആഹാരം കഴിക്കുള്ളൂ എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഇതിൽ തരം സ്വഭാവ മഹിമയുള്ള ആരെ കാണാൻ പറ്റും? അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാല് വിദേശത്ത് നിന്ന് വന്നവരെല്ലാം സാഹിബ് എന്നാണ് വിളിച്ചത്. അപ്പൊ നമ്മൾ സാഹിബിനെ എന്താക്കി? സാഹിബ് എന്ന് പറഞ്ഞു. പെണ്ണുകളില്ലാത്തതുകൊണ്ട് പിൽക്കാലത്താണ് പിന്നെ വന്നത്. അവര് വന്നപ്പോഴത്തേക്ക് മേഡം എന്നാണ് വിളിച്ചത്. അത് നമ്മൾ മദാമ്മ എന്ന് പറഞ്ഞു. അപ്പൊ സയ്യിദത്തി എന്ന് പറഞ്ഞാല് മേഡം കേട്ടോ. യാ സയ്യിദി എന്ന് പറഞ്ഞാൽ മിസ്റ്റർ, ജെന്റിൽമാൻ, അസാനി. അപ്പൊ എന്ത് ചെയ്യണം? ഇത് കറക്റ്റ് ചെയ്യണം. മാദാ തഅകുലു യാ മുഹമ്മദ്? മാറ്റി പറയും. മാതാ തഅ്കിലീന യാ ആയിഷത്ത. യാ ആയിഷത്ത അല്ല, ആയിഷത്തു. ഒറ്റദാനമാണെങ്കിൽ ആയിഷത്തു. യാ മുഹമ്മദ് എന്നല്ലേ ഇവിടെ പറഞ്ഞു. യാ ആയിഷത്തു. മാദാ തഅകുലീന യാ ആയിഷത്തു. الثالث വേറൊരാൾ പറയണേ. أين تجلس في الفصل يا أحمد؟ واضركوا. أين تجلسين في الفصل في يا الفصل فاطمة. يا فاطمة. يا إحسان. ഇഹ്സാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നേരത്തെ പോയോ അതോ കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലായിരുന്നു? ഇഹ്സാൻ അടുത്തതിന്റെ ഉത്തരം പറയും. متى تذهب إلى المستشفى يا أبي؟ എങ്ങനെ കറക്റ്റ് ചെയ്യും? ഇഹ്സാൻ പറയൂ. متى تذهب إلى المستشفى يا أبي? പറഞ്ഞു നോക്കൂ. متى تذهبين إلى المستشفى يا أبي؟ അബിയാണോ? يا أبي. സ്ത്രീലിംഗം ആക്കുമ്പോഴത്തേക്ക് എന്ത് വരും? നേരത്തെ അഹമ്മദിന് പകരം ഫാത്തിമയും ആയിഷയൊക്കെ ഉപയോഗിച്ചില്ലേ? يا أمي. متى تذهبين إلى المستشفى يا أمي؟ الخامس ماذا تقول يا أخي؟ علمون. ماذا تقولين يا أختي؟ ماذا تقولين يا أختي؟ الثالث متى ترجع إلى المدرسة يا علي؟ أرجع فاطمة. متى ترجعين من المدرسة يا مريم؟ يا مريم. يا مريم. യാ മറിയം ഉഖ്നുതി ലിറബ്ബികി വസ്ജുദി വർക്കഴി എന്നൊക്കെ പറഞ്ഞില്ലേ? അത് തന്നെ. യാ മറിയം ഉഖ്നുതി ലിറബ്ബികി വസ്ജുദി വർക്കഴി എന്നൊക്കെ ഖുർആനിലുണ്ടല്ലോ. അപ്പൊ യാ മറിയമു എന്നല്ലേ പറയേണ്ടത്? യാ വന്നാല് ശേഷമുള്ള ഒറ്റ നാമത്തിന് ലം കൊടുക്കണം. ഇളാഫത്ത് ചെയ്ത നാമമാണെങ്കിൽ ആദ്യത്തെ പദത്തിന് ഫത്തഹും രണ്ടാമത്തെ കസ്റും കൊടുക്കണം. السابع إلى من تكتب هذه الرسالة يا بشير؟ ഇനിയൊരു ഫാത്തിമ ഉണ്ടല്ലോ. ഫാത്തിമയുടെ കുറെ നേരം കൊണ്ട് മൈക്ക് ഓൺ ചെയ്യാൻ പറയുന്നുണ്ട്. രണ്ടാമത്തെ ഫാത്തിമ, നാലകത്തല്ലാത്ത ഫാത്തിമ, എട്ടകത്ത് ഫാത്തിമ. ഫാത്തിമയുടെ അടുത്ത് മൈക്കില്ലേ? ഈശാൻ പറയൂ. മറിയം എന്നുള്ളത് കസർ സ്വീകരിക്കാത്ത നാമല്ലേ? മറിയം കസർ സ്വീകരിക്കില്ല. ഒരു പെണ്ണുങ്ങളും കസർ സ്വീകരിക്കില്ല. കസർ സ്വീകരിക്കാത്ത ഇനങ്ങളിൽ പ്രധാനപ്പെട്ട രണ്ടിനമാണ് സ്ത്രീലിംഗ നാമങ്ങൾ. സ്ത്രീലിംഗ നാമങ്ങൾ താ ഉള്ള നാമങ്ങൾ ഒരിനം.
രണ്ടാമത്തെ ഇനം പെണ്ണുങ്ങളുടെ പേരുകൾ, പ്രോപ്പർ നൗൺ ഓഫ് ഫെമിനിൻ പ്രോപ്പർ നൗൺ. അപ്പൊ മക്കത്ത പോലെയുള്ള തായുള്ള നാമങ്ങളും പിന്നെ ഫാത്തിമത്ത എല്ലാം ആദ്യം വന്നു. അതേസമയം ഫാത്തിമത്ത് എന്നുള്ളത് പെണ്ണുങ്ങളുടെ പേരെന്ന അർത്ഥത്തിൽ അങ്ങനെ പറയാം. അപ്പൊ പെണ്ണുങ്ങളുടെ അപ്പൊ പേരെല്ലാം ഒന്നും ഫാത്തിമത്തി ആവൂല, ഫാത്തിമക്ക് കസർ സ്വീകരിക്കൂല. ഫാത്തിമ പെണ്ണിന്റെ പേരാണെന്ന് കോമായിൽ എടുത്താൽ സ്വീകരിക്കില്ല. പിന്നെ താ ഉള്ള നാമങ്ങളൊന്നും കസർ സ്വീകരിക്കില്ല. ഹംസത്ത്, തൽഹത്തൊന്നും കസർ സ്വീകരിക്കില്ല. നമ്മൾ പഠിച്ചതാണ്, ഞാൻ പിന്നെ ഒന്നുകൂടെ പറഞ്ഞു തരുന്നത്. അതിന് പകരം ഫത്തഹ കൊടുക്കും. കസർ കൊടുക്കുമ്പോൾ കസർ വരുന്ന സമയത്ത് ഫത്തഹ കൊടുക്കാം. പക്ഷെ ഇവിടെയൊക്കെ യാ വന്നതുകൊണ്ട് നമ്മ അവരുണ്ട്. യാ അലിയു, യാ ബഷീറു, യാ ഫാത്തിമത്തു, യാ ആയിഷത്തു. അപ്പൊ ഈ കിതാബ് ഫാത്തിമത്തി എന്ന് പറയൂല. കിതാബ് ഫാത്തിമത്ത, കിതാബ് അഹ്മദിൻ, കിതാബ് ഫാത്തിമത്ത. ഓക്കെ, നേരത്തെ പറഞ്ഞു മത്ത മിൻ മക്കത്ത എന്ന് പറഞ്ഞില്ലേ, മിൻ മക്കത്ത. എക്സ്റ്റാൻഡ് അടുത്ത് എന്താ ചോദിച്ചത്? ഇലാമൻ തക്തുബ് ഹാദിഹി റിസാലത്ത് യാ ബഷീറു. മാറ്റി പറയൂ. ഇലാമൻ തക്തുബീന ഹാദിഹി റിസാലത്ത് യാ ആയിഷത്തു. ആൻറ്റി ഹസാൻ. ഓക്കെ, ഹസാൻ അടുത്ത പറയും. ഇലാമൻ തക്തുബീന ഹാദിഹി റിസാലത്ത് യാ, എന്താ പറഞ്ഞ? യാ ആയിഷത്തു. ആയിഷയും ഫാത്തിമ അല്ലാതെ വേറെ ഒന്നുമില്ല. ഓക്കെ, ആയിക്കോട്ടെ. ആയിഷത്തു. സാമിൻ. إيشان ما يكون جي أي سورة تحفظ الآن يا أخي؟ أي سورة تحفظين الآن يا أختي؟ ما شاء الله يا أختي. സംഗതി മനസ്സിലായല്ലോ. അപ്പൊ ആരെയാണ് അഡ്രസ് ചെയ്യുന്നത്? അവിടെ ഫെമിനിന് പകരം പുല്ലിംഗമാണെങ്കിൽ ഫെമിനിൻ ആക്കണം. ശരി. അത്താസ് അത്തഫ്ഹമു ദർസ ജയ്യിദൻ യാ ഹാമിദു. വേറൊരാൾ പറയും. ഫാത്തിമ എട്ടകത്ത് ഇതുവരെ തുറന്നില്ല മൈക്ക്. ഖലീല ബീവി, നബീഹ് നൗഫൽ, അതെങ്കിലും പറയുന്നുണ്ടോ? അഞ്ചാമത്തെ, ഒൻപതാമത്തത്. 9. അതഫ്ഹമു ദർസ ജയ്യിദൻ യാ ഹാമിദു. അതഫ്ഹമീന, അതഫ്ഹമു എന്നുള്ളത് എന്താക്കണം? അതഫ്ഹമു എന്നത് ആണിനോട് ചോദിക്കുന്നതാണ്. അത് പെണ്ണിനോട്, ഒരു പെണ്ണിനോട് ചോദിക്കുമ്പോൾ എന്താക്കണം? അതഫ്ഹമീന അദ്ദർസ ജയ്യിദൻ യാ, ഒരു പെണ്ണിന്റെ പേര് പറയും. യാ ഖലീലത്തു. അത് യാ സുആദു. طيب العاشر متى تغسل هذا القميص يا ياسر. ഇനി ആരാ മൈക്കുറക്കാത്തത്? നമ്മളെ അഭിമന്യ സഹോദരിയായ ഖലീൽ അവരെ ഓപ്പൺ ചെയ്തു. ഇത്തിരി പ്രയാസമാണ്, സംസാരം പഴയതുപോലെ വരുന്നില്ല. ഇരിക്കുന്നുകൊണ്ടാണ്. ഉണ്ടായിരുന്നാലും പിന്നെ ഉണ്ടായി. അതെങ്ങനെ പറയും? تغسلين هذا القميص يا خديجة. ഓക്കെ, തഗ്സിലു എന്നുള്ള വാക്ക് ഖുർആനിൽ ഉണ്ടല്ലോ. ഫഗ്സിലു വുജൂഹക്കും. അപ്പൊ ഗസല യഗ്സിലു കസ്റാണ് വരിക. കൽപ്പനയ്ക്ക് കസ്റാണെങ്കിൽ അപൂർണ്ണ ക്രിയയിലും കസ്റായിരിക്കും വരിക. യാസിറത്തൂന്ന്, യാസിറ പെണ്ണുങ്ങളുടെ പേരില്ലേ? ഏത്? യാസിറത്തോ?
യാസിറ എന്ന് പെണ്ണുങ്ങൾ അങ്ങനെയൊക്കെ വരുന്നത്. ഉണ്ടായിരിക്കാം, നമുക്കറിയില്ല. എല്ലാ മലയാളത്തിലുള്ള എല്ലാ പേരും അറബികൾ അങ്ങനെ സ്വീകരിക്കുന്ന പേരാണെന്നുള്ളത് നമുക്കറിയില്ല. ഒന്ന് രണ്ട് അതെ പിന്നെ അങ്ങനെ മറ്റൊന്ന് ഈ ചില പേരുകളൊക്കെ ഇങ്ങനെ കേട്ടുകേഴ്വിയിലോ അല്ലെങ്കിൽ ഉറുദു നിന്നൊക്കെ മാറ്റിയൊക്കെ പേരുണ്ടാകാം. കൃത്യമായിട്ട് നമുക്കറിയില്ല. കാരണം പേരുകൾ പല പേരുകളും എന്താണ് അറബികൾ ഉപയോഗിച്ചു വരുന്ന പേര് എന്ന നിലയ്ക്ക് അങ്ങനെ പേരായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതൊന്നും നമുക്ക് അത്രത്തോളം അറിവില്ലാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ പരിചയമില്ലാത്തതുകൊണ്ടായിരിക്കാം. നമ്മൾ യാസിർ എന്നുള്ള യാസിറാക്കിയൊക്കെ പറയും. അങ്ങനെ ഉണ്ടോന്നും അറിയില്ല. കാരണം യാസിർ എന്ന് പറയുന്ന ഒരു പേരാണ്, ഒരു 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 എന്താ പറയാ, ഒരു ക്രിയയിൽ നിന്നും മാറി വന്ന ഒരു പേരാണെങ്കിൽ നമുക്ക് അതിനെ പുല്ലിംഗത്തെ സ്ത്രീലിംഗമാക്കാം. ബഷീർ, ബഷീറിനെ ബഷീറായ. ബഷീർ, ബുഷ്റ. ബുഷ്റ എന്ന് പറയുമ്പോൾ അൽഫ് മക്സൂറിയാ. അത് വേറെ. ബുഷ്റ എന്ന് പറയുമ്പോഴത്തേക്ക് സന്തോഷ വാർത്ത തന്നെയാണ്. പക്ഷെ ബുഷ്റ എന്ന വാക്ക് പദം സ്ത്രീലിംഗമായതുകൊണ്ടാണ് ബുഷ്റ എന്ന് പേരിടുന്നത്. ബുഷ്റ എന്ന് പറഞ്ഞാൽ സന്തോഷ വാർത്ത എന്നല്ലേ അർത്ഥമുള്ളൂ. അപ്പൊ അത് എഴുതുമോ അൽഫ് മക്സൂറിയാ? അൽഫ് മക്സൂറായിട്ട് എഴുതുന്നതുകൊണ്ടാണ് സ്ത്രീകൾക്ക് അങ്ങനെ പേരിടുന്നത്. ഇനി അറബികൾ അങ്ങനെയൊക്കെ പേരിടാനുണ്ടോ എന്നുള്ളത് നമുക്കറിയാം. രണ്ടുണ്ടല്ലോ പെണ്ണുങ്ങൾക്ക്. അത് ഉപയോഗിക്കാമല്ലോ. അത് ഒരു വാക്കിൽ നിന്ന് വന്ന ഒരു പദത്തിൽ നിന്ന്, ഒരു ക്രിയയിൽ നിന്ന് വന്ന പദമാണ് നസീർ. നസറ യൻസുറിൽ നിന്ന് വന്ന പദമാണല്ലോ. അപ്പൊ നസീറിന് നസീറ എന്നാക്കാം. ഓക്കെ. അന്യസിൽ ഫാഇല ഫീ കുല്ലി മിനൽ ജുമലിൽ ആത്തിയ. അതല്ലേ നേരത്തെ പറഞ്ഞത്? അത് ഏകവചനം, ഇത് ബഹുവചനം. ഇപ്പൊ വന്ന ഏകവചനമാണ്. അന്യസിൽ ഫാഇല എന്ത് ചെയ്യണം? ഇനി എന്ത് ചെയ്യണം? ഫാഇലിനെ മാറ്റണം. അയിന തദ്ഹബൂന യാ ഇഖ്വാനു എന്നാണ് ചോദിച്ചത്. ഇതിലുള്ളത് മാറ്റി എഴുതേണ്ടത് വരുമ്പോഴത്തേക്ക് എന്നുള്ളത് ബഹുവചനമാണ്. തദ്ഹബിന എന്ന് നമുക്കറിയാം സ്ത്രീലിംഗ ബഹുവചനത്തിന് മുമ്പ് സുക്കൂനായിരിക്കും. തദ്ഹബിന, ഐന തദ്ഹബിന യാ അഖവാതു. അപ്പോ രണ്ടാമത്തത് ഐന തസ്കുനൂന യാ റിജാലു. ഞാൻ പേര് വിളിക്കാതെ തന്നെ ഓരോരുത്തരും മാറി മാറി പറയും. ഐന തസ്കുനൂന യാ റിജാലു. ഐന തസ്കന്ന യാ നിസാഉ. തസ്കന്ന ഫതഹാക്കി എന്തിനാ? തസ്കന തസ്കുനു അല്ലേ? സക്കന യസ്കുനു. കാഫിന്റെ ലം മാറുന്നില്ലല്ലോ. അത് എന്താണ്? തസ്കുനു എന്നുള്ള മധ്യാക്ഷരമാണ്. അല്ല, തസ്കുന്ന. തസ്കുന്ന. ഐന തസ്കുന്ന യാ നിസാഉ. طيب الثالث القهوة تشربون أم الشاي يا إخوان؟ القهوة تشربن أم الشاي يا أخوات. അവസാനത്തെ ആളുകളും കേക്കട്ടെ. നമ്മളെ 10 കസറും പഠിക്കുക എന്നുള്ളത് നമ്മൾ പ്രധാന ഘടകമാണ്. നമ്മൾ സ്പോക്കൺ അങ്ങനെ ലഹജയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം, നാട്ടുഭാഷയൊക്കെ ആണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. അതല്ല, നമുക്ക് 10 കസർ കൃത്യമായാൽ നിങ്ങൾ എന്നെന്നും കൃത്യമായി ഖുർആൻ ഓതുമ്പോഴും വായിക്കുമ്പോഴും എപ്പോഴും സ്ഫുടമായ അടയാളങ്ങൾ വരും, ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളൂ. ഇല്ലെങ്കിൽ നമുക്ക് അവിടെ കല്ലേടി ഉണ്ടാവും, ഉടനെ നമ്മൾ മുസ്തഖബിൽ നോക്കും. അങ്ങനെയാണ്. അറാബിയ تعرفون رقم هاتف الجامعة يا إخوان؟ تعرفنا رقم هاتف الجامعة يا أخوات. ഇതിപ്പം റജ്ജിലാണോ ഇമ്രാത്താണോ പറയുന്ന പോലും അറിയാൻ വയ്യ. 4 പേര് ഒരുമിച്ച് പറഞ്ഞു. റഖം നമ്പർ. റഖമൽ ഹാത്തിഫീനല്ലേ?
റഖ്മൽ ഹാത്തിഫി, റഖമ ഹാത്തിഫി, ഹാത്തി- ഫോൺ റഖമ റഖമ ജാമിയത്തി. ഹാത്തിഫിൽ ജാമിയത്തി. അപ്പം റഖമിനെ ഹാത്തിഫിലേക്ക് ഇളാഫത്ത് ചെയ്തു, ഹാത്തിഫിനെ ജാമിയത്തിലേക്ക് ഇളാഫത്ത് ചെയ്തു. റഖമിനെ ഹാത്തിഫിലേക്ക് ഇളാഫത്ത് ചെയ്തുകൊണ്ട് ഹാത്തിഫിനെ അല്ല റഖമിന് അല്ലില്ല, ഹാത്തിഫിനെ ജാമിയത്തിലേക്ക് ഇളാഫത്ത് ചെയ്തുകൊണ്ട് ഹാത്തിഫിനും അല്ലില്ല. ജാമിയത്തിന്റെ ഹാത്തിഫിന്റെ റഖ്മ് അറിയാമോ എന്നാണ് ചോദ്യം. ജാമിയയുടെ നമ്മളിവിടെ ജാമ്യ ഉള്ളതുകൊണ്ട് ജാമ്യ എന്ന് പറയാൻ, ജാമ്യയുടെ ഫോണിന്റെ നമ്പർ അറിയാമോ എന്നാണ് ചോദ്യം. മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ ഫോൺ നമ്പർ എന്ന് ഉപയോഗിക്കുന്നതേ ഉള്ളൂ. ഇന്ത്യ എന്നാണ് ശരിക്കും ഉള്ളത്. യൂണിവേഴ്സിറ്റിയുടെ ഫോൺ നമ്പർ അറിയുമോ നിനക്ക് ഇഖ്വാനും അല്ലെങ്കിൽ അഖ്വാത്തും? നിങ്ങൾക്ക്. അൽഹാമിസ്, അടുത്ത ഒരാൾ പറയണേ. ഇപ്പൊ 4 പേര് പറഞ്ഞില്ല, ഈ 4 പേരും അല്ലാത്ത ഒരാൾ പറയും. ലിമ തൽഹഖൂന യാ ഔലാദു. തദ്ഹഖന യാ യാ ബനാത്ത് ബന- യാ ലിമ ബനാത്തു. തദ്ഹഖന യാ ബനാത്ത് തദ്ഹഖന തൽഹഖ്ന യാ ബനാത്തു. യാ ഔലാദത്തൂന്നുണ്ടോ? ഔലാദത്തോ? അങ്ങനെ ബഹുജനത്തിൽ വിദ്യാർത്ഥിനികൾക്ക് അങ്ങനെ വേർഡ് ഉപയോഗിക്കോ? ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഫലത്തുണ്ടാവില്ല. ഇത് ആദ്യത്തെ കല്ലുകടി എന്ന് പറയുന്നത് ഔലാദ് എന്ന് പറയുന്നത് ബഹുജനമാണ്. ആ ബഹുജനത്തിന് അങ്ങനെ ബഹുജനത്തിന് ഒരു താ കൊടുത്തിട്ട് സ്ത്രീലിംഗം ആക്കുന്ന ഒരു പരിപാടി ഉണ്ടോ? ആ പരിപാടി ഇല്ല. റിജാല്, റജുലുൻ റിജാലുൻ, വിചാരത്തിൽ ബനാത്ത്. പറയാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ, അങ്ങനെ ബഹുജനുള്ളത് അങ്ങനെയില്ല. വലതും ഏകവചനത്തിൽ വരൂല്ലേ? ഏകവചനത്തിലെ അങ്ങനെ ആക്കാം. ഏകവചനത്തിലാണ് സിംഗിൾ താ കൊടുക്കുന്നത്, പിന്നെ ക്ലോസ്ഡ് താ കൊടുക്കുന്നത്. മറ്റൊരു സംഭവം, ഈ ബ്രോക്കൺ പ്ലൂറലില്ലേ, ഏകവചനം ബ്രോക്കൺ പ്ലൂറൽ വരുമ്പോഴത്തേക്ക് അത് വേറൊരു ഘടകമാണ്. അതിനെന്ത് ചെയ്യൂല, അതിനെ അങ്ങനെ ആക്കാൻ പറ്റൂല. ഇപ്പൊ മുദീറിനെ മുദീറത്ത് എന്ന് പറയാം. മുദീറിനെ മുദീറത്ത് എന്ന് പറയാം. മുദീറിന്റെ ബഹുവചനം മുദറാ എന്ന് ഉപയോഗിച്ചാൽ ആ മുദറാഇനെ എന്ത് ചെയ്യാൻ പറ്റൂല, മുദറാത്തുന്ന് വരൂല, അങ്ങനെ പറയാൻ പറ്റില്ല. ഇനി മുദീറിനെ മുദീറൂന എന്ന് പറഞ്ഞാലോ, മുദീറൂനത്തിന് എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയും പറ്റില്ല. അപ്പം ബഹുവചനത്തിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, സ്ത്രീലിംഗമാക്കാൻ പറ്റില്ല. ബഹുവചനത്തിനെ അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് സ്ത്രീലിംഗമാക്കാൻ പറ്റില്ല. ഏകവചനത്തിനെയാണ് സ്ത്രീലിംഗമാക്കുന്നത്. പിന്നെ ഏകവചനത്തെ സ്ത്രീലിംഗമാക്കിയാൽ അതിന് പിന്നെ താ ചേർന്ന് സ്ത്രീലിംഗമാകുന്നതാണെങ്കിൽ അതിനെന്ത് ചെയ്യാം, ക്ലോസ് താഴെ വരുന്നതാണെങ്കിൽ അതിന് ഓപ്പൺ തായും അലിഫും ഓപ്പൺ തായും ചേർത്താൽ ബഹുവചനമാവും. കോമൺലി, പൊതുവായിട്ട്. ഓക്കെ. അതായത് നമ്മൾ ഇംഗ്ലീഷ് പോലെ അല്ല, അറബിയിൽ നമ്മൾ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് അതിന്റെ കുറെ റൂളുകൾ വരും. ആ റൂൾ വെച്ചുകൊണ്ട് നമുക്ക് ഇതിനെ അനുകൂലിക്കുക പ്രതികൂലിക്കുക ചെയ്യാൻ പറ്റും. അസാദിസ് അത്തഖറഊനൽ ഖുർആന കുല്ല സബാഹിൻ യാ ഇഖ്വാൻ. ഇനി പറയാത്ത ഒരാൾ പറയും, നാരകത്തല്ലാത്ത ഫാത്തിമ ഇതുവരെ മൈക്ക് ഓപ്പൺ ആയി. അത്തഖറഊനൽ ഖുർആന കുല്ല സബാഹിൻ യാ ഇഖ്വാൻ. ആരെങ്കിലും ഒരാൾ പറയും. അത്തഖറഅനൽ ഖുർആന കുല്ല സബാഹിൻ യാ അഖവാതു. അസ്സാബിഅ അലിമോൻ പറയണം. അസ്സാബിഅ അതസ്അലൂനൽ മുദർരിസ അസ്ഇലതൻ കസീറതൻ യാ ഔലാദു. അങ്ങോട്ട് പോകുന്നതോറും കടുപ്പം കൂടി വരും കേട്ടോ. അതെന്താ പറയും, അതസ്അലൂനൽ മുദർരിസ അതസ്അൽനൽ മുദർരിസ അസ്ഇലതൻ കസീറതൻ യാ ഔലാദത്തി. ഔലാദത്ത് അല്ലെന്ന് പറഞ്ഞില്ലേ. ഔലാദ് എന്നാൽ എന്ത് ചെയ്യണം, ബനാത്താക്കണം. ബനാത്ത്.
ബനാത്ത്. ഔലാദിനെ ആക്കാൻ പറ്റുമെന്നാണ് ഇപ്പൊ ഇത്ര നേരം പറഞ്ഞത്. ഓക്കെ. അസാമിൻ, ഔലാദിന് ബനാത്ത്. അസാമിൻ 8. ഇഹ്സാൻ, യാ ഇഹ്സാൻ, أتسمعون الأخبار من الإذاعة كل يوم؟ إحسان، أتسمعون الأخبار من الإذاعة كل يوم؟ എട്ടാമത്തത് أتسمعون എന്താക്കണം? أتسمعن. ഓക്കെ. മൈക്ക് പ്രോബ്ലം ഉണ്ടോ? സൗണ്ട് കേൾക്കുന്നില്ല. التسمعون الأخبار من من الإذاعة كل ഇവിടെ يوم. ഒന്നും വേറെ ഒന്നും മാറ്റാനില്ല. വേറെ ഒന്നും മാറ്റാനില്ല. أتسمعن. 9. مع من تلعبون يا أبنائي؟ مع من تلعبن تلعبن يا بناي. അബിനായിനെ എന്താണ് സ്ത്രീലിംഗ് ആക്കണ്ടേ? يا بنات യാ ബനാത്തി. يا بنات. العاشر. لما تجلسون هنا يا رجال؟ لما تجلسنا لما تجلسن هنا يا نساء. നിസാഉ. يا نساء. لما تجلسن هنا يا نساء. يا نساء. هنا എന്താ അർത്ഥം? ഇവിടെ. ഇവിടെ. അപ്പൊ അവിടെ ഹുനാക്ക. അവിടെ ആണെങ്കിൽ ഹുനാക്ക, ഇവിടെ ആണെങ്കിൽ ഹുന. ഓക്കെ. അങ്ങനെ പോവുകയാണ്. ഇപ്പൊ ഈ പേജ് കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് പേജ് കംപ്ലീറ്റ് ചെയ്യാനും കുറെ ഉണ്ട് അല്ലേ? ഈ പേജിൽ കുറച്ചുള്ളൂ. حول المبتدأ في كل من الجمل الآتية إلى جمع. حول المبتدأ beginning പാർട്ടിനെ അഥവാ മുബത്തദഇനെ എന്ത് ചെയ്യുക? കൺവെർട്ട് ചെയ്യുക. حول في كل من الجمل الآتية in each of the following sentences. أنا أفهم الدرس جيدا. അപ്പൊ എന്ത് പറഞ്ഞു? നഹ്നു എന്നാക്കുമ്പോ അഫ്ഹം എന്നുള്ള എന്താക്കണം? نفهم. نحن نفهم الدرس جيدا. أنا لا أذهب إلى السوق كل يوم. എന്ത് പറയും? നഹ്നു ലാ നദ്ഹബു ഇല സൂഖി കുല്ല نحن യൗമിൻ. لا نذهب إلى السوق كل يوم. الثالث. أنا أشكرك يا أستاذ. نحن نشكرك يا أستاذ. نحن نشكرك يا أستاذ. أنا أجلس أمام المدرس. نحن نجلس نجلس أمام المدرس. نحن نجلس أمام المدرس. أنا الآن أكتب برقية. نحن الآن نكتب. نحن الآن نحن الآن نكتب برقية. نكتب برقية. برقية എന്താണ്? ടെലഗ്രാം. ടെലഗ്രാം അടിക്ക് എഴുതുന്നു. ടെലഗ്രാം എഴുതും. ടെലഗ്രാം എഴുതി വെച്ചിട്ടാണ് കൊണ്ട് കൊടുക്കുന്നത് അടിക്കാൻ വേണ്ടി. ടെലഗ്രാം അടിക്കുന്നുണ്ടല്ലോ. പണ്ട് കമ്പി അടിക്കാൻ പോകുന്ന അറിയില്ല. ഇപ്പൊ അതുണ്ടോ? നിലവിലുണ്ടോ? ഇപ്പൊ ഇല്ല. ഇതൊക്കെ 80 എഴുതിയ പുസ്തകമാണ്. 1980 എഴുതിയ പുസ്തകമാണിത്. 80കളിൽ എഴുതിയതാണ്. പിന്നീട് അദ്ദേഹം അതിനെ റീറൈറ്റ് ഒന്നും ചെയ്യാൻ പോയിട്ടില്ല. അദ്ദേഹം അതിന്റെ പിന്നാലെ ഒരുപാട് പണിയെടുത്തെന്ന് മാത്രമേ പഠിപ്പിക്കുന്നതിന് വേണ്ടി. ഓക്കെ. ഇവിടെ നേരത്തെ റക്കം എന്ന് പറഞ്ഞില്ലേ? റക്കമുമായി ബന്ധപ്പെട്ട വാക്കുമെല്ലാം ഖുർആൻ വായിച്ചിട്ടുണ്ട്.
ഒമാ അദ്റാക്കമാ മാദ്രാക്കമാ ഇല്ലിയീൻ ഒമാദ്രാക്കമാ സിജ്ജീൻ എന്നൊക്കെ ചോദിച്ചില്ലേ? ഒമാദ്രാക്കമാ ഇല്ലിയീൻ എന്ന് പറഞ്ഞിട്ട് എന്താ പറഞ്ഞ? കിതാബുൻ മർഖൂം മർഖൂം എന്ന് പറഞ്ഞ എന്താണ്? റക്കമ് ആക്കപ്പെട്ടത്. റക്കമാക്കപ്പെട്ടത്. റക്കമിന് ഇംഗ്ലീഷിൽ എന്ത് പറയും? നമ്പർ. നമ്പർ അല്ലെങ്കിൽ ഡിജിറ്റ്. കിതാബ് മർക്കും എന്ന് പറഞ്ഞാലോ ഡിജിറ്റൽ ബുക്ക്. ഡിജിറ്റൽ ബുക്ക്. എഴുതപ്പെട്ട ഗ്രന്ഥം. എഴുതപ്പെട്ട ഗ്രന്ഥം നിങ്ങൾ ട്രാൻസ്ലേഷൻ ചെയ്തിരിക്കുന്നല്ലേ പറഞ്ഞത്? ഇനി ഡിജിറ്റൽ യുഗമല്ലേ വരാൻ പോകുന്നത്, അല്ല വന്നു കഴിഞ്ഞത്. അപ്പൊ എഴുതപ്പെട്ട ഗ്രന്ഥമാണെങ്കിൽ കുറേ സംഭവം ഉണ്ടാവില്ലേ? അയാൾ ജനിച്ചതുപോലെ അവിടെ ഡിജിറ്റൽ എന്ന് പറഞ്ഞാൽ ചിപ്പിനേക്കാൾ വളരെ ചെറുതായിരിക്കും. ഇപ്പോഴത്തെ നമ്മളറിയാലോ, നമ്മള് ഈ സിം കാർഡ് തന്നെ ഇപ്പൊ എന്താണ്, നാനോ സിം കാർഡാണ്. പിന്നെ കയ്യിൽ എടുക്കാൻ പറ്റിയ രീതിയിൽ മാത്രം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വലുപ്പത്തിൽ വെച്ചിരിക്കുന്നവർ. അപ്പൊ ആ സിം കാർഡിൽ തന്നെ എന്തുമാത്രം ഡാറ്റ സേവ് ചെയ്യാം. അപ്പോ നമ്മള് മെമ്മറി കാർഡൊക്കെ ഉണ്ടല്ലോ, എന്തുമാത്രം ഡാറ്റ സേവ് ചെയ്യാം. മെമ്മറി കാർഡ് സേവ് ചെയ്യുന്ന ഭാഗത്തിന് വളരെ ചെറിയ ഒരു പാർട്ടാണ്. ആ പാർട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടി മാത്രമാണ് അതിന് പിടിയും അതുപോലെ കുറെ സാധനങ്ങളൊക്കെ ഇട്ടത്. മെമ്മറി കാർഡോ അല്ലെങ്കിൽ മെമ്മറി പെൻഡ്രൈവ് എന്നോ എന്ത് പറഞ്ഞാലും അതിൻ്റെ എല്ലാം പ്രധാന ഭാഗം ഒരു ചെറിയ ഭാഗമായിരിക്കും. അതിലാണ് ലക്ഷക്കണക്കിന് പുസ്തകങ്ങളുടെ എന്താ പറയാ പുസ്തകങ്ങൾ അതിലാണ് രേഖപ്പെടുത്തി വയ്ക്കുന്നത്. അപ്പോ ഈ പറഞ്ഞ സാധനം എന്താണ്? ഡിജിറ്റലൈസ്ഡ് ഗ്രന്ഥമാണ്. അല്ലാഹു അലം. അതായിരിക്കും നാളെ കയ്യിലേക്ക് ഇത് ചെയ്യുന്നത്. അപ്പം പിന്നെ യൽഖാഹു മൻഷൂറ എന്ന് പറഞ്ഞില്ലേ? യൽഖാഹു മൻഷൂറ, അതിനെ അവര് നിവർത്തപ്പെട്ട നിലയിലാണ് കാണുക. അപ്പൊ അത് ഫേസ് ഐഡന്റിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അവിടെ ആളെ ഫേസ് കാണുമ്പോഴത്തേക്ക് കിതാബ് തുറക്കും. അയാളെ കിതാബായി തുറക്കുക. അതേപോലെ തുറക്കപ്പെട്ട ഗ്രന്ഥം മാലി ഹാദൽ കിതാബിലായ യാതൊരു സഗീറത്തും വലാ കബീറത്തും എന്ന് പറഞ്ഞില്ലേ? ചെറുതും വലുതുമായ ഒന്നും വിട്ടുപോയിട്ടില്ല എന്ന് അയാൾ വായിക്കുകയാണ്. അയാൾക്ക് എങ്ങനെ ഏത് പേജിലാണുള്ളത് എങ്ങനെ അറിയാൻ പറ്റും? മനസ്സ് റീഡ് ചെയ്യുന്ന ഗ്രന്ഥമാണ് അത്. മനസ്സ് റീഡ് ചെയ്യുന്ന ഗ്രന്ഥമാണ്. നമ്മൾ ഫേസ് റീഡ് ചെയ്യുന്നതല്ലേ നമുക്കറിയാവൂ. ടച്ച് ചെയ്യണം. നമ്മൾ ചാറ്റ് GPT പോലുള്ള സംഭവത്തിൽ നമ്മൾ അങ്ങോട്ട് ചോദിക്കണം. ചോദിച്ച ഉടനെ മറുപടി വരും. അപ്പോ ഉടനെ തന്നെ മനസ്സ് വരുന്നത് ഞാൻ അന്ന് ചെയ്ത ആ ചെറിയ സംഭവം അങ്ങനെ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് ആലോചിക്കേണ്ട സമയം മാത്രമേ വേണ്ടിയുള്ളൂ. ആലോചിക്കുമ്പോഴേക്കും ആ പേജ് ഓപ്പൺ ആയി. ഞാൻ ചെയ്ത ആ വലിയ സംഭവം ഇവിടെ ഉണ്ടോ? അപ്പൊ അപ്പോഴാണ് അറിയുന്നില്ല യുഗാദ് സതീർത്ഥമല്ലാക്കി തരുന്നത്. അല്ലാതെ ഇതിന്റെ തുടക്കം മുതൽ അവസാനം വരെ വായിച്ചു നോക്കാൻ സമയമുണ്ടോ? അപ്പോഴാണ് നമ്മൾ ഡിജിറ്റൈസ്ഡ് ഗ്രന്ഥത്തിന്റെ പ്രത്യേകത മനസ്സിലാകുന്നത്. അവർ ഡിജിറ്റൽ ബുക്കിന്റെ പ്രത്യേകത മനസ്സിലാകുന്നത്. അപ്പോഴാണ് കിതാബ് മർക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഖുർആൻ പരിഭാഷയെല്ലാം നിങ്ങൾ പഠിക്കേണ്ടത്. കിതാബ് മർക്കും എന്ന് പറഞ്ഞ് എഴുതി വായിച്ചാൽ നമ്മൾ എന്തെങ്കിലും ഈ ഡിജിറ്റൽ ബുക്കിനെ കുറിച്ച് ഒരു ചിന്ത വരുമോ? ഒരിക്കലും വരില്ല. പിന്നെ ആ ഡിജിറ്റൽ എഴുതപ്പെട്ട ഗ്രന്ഥത്തിന്റെ ഈ വക എന്തെങ്കിലും സംഭവം വിശേഷണം വല്ലതും ഉണ്ടാകുമോ? അവിടെ പറയില്ല യുഗാദ് സതീർത്ഥമല്ലാക്കി യൽഖാഹു മൻഷൂറ എന്നൊക്കെ. അപ്പൊ അതായിരിക്കണം. അതുകൊണ്ടാണ് അറബി ഭാഷയിൽ തന്നെ ഖുർആൻ മനസ്സിലാക്കി, അറബി ഭാഷ പഠിച്ച് അതിൽ നിന്ന് മനസ്സിലാക്കി അത് വായിക്കണം.
അപ്പോൾ ഏത് കാലഘട്ടത്തിൽ ജീവിക്കുന്നവനും അവൻ ജീവിക്കുന്ന കാലഘട്ടത്തിന്റെ ഭാഷയിൽ ഖുർആൻ വായിക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പരിഭാഷ എടുത്ത് വായിച്ചു നോക്കണം. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഏതെങ്കിലും ഒരു പരിഭാഷ, ഏത് പരിഭാഷയാണെങ്കിൽ അത് എഴുതിയ ഗ്രന്ഥകാരൻ ഏത് നാളിലാണ് ജീവിച്ചിരുന്നത്, അല്ലെങ്കിൽ അത് ഫസ്റ്റ് പബ്ലിഷ്ഡ് ഏത് ഡേറ്റിലാണ്, ആദ്യം പ്രസിദ്ധീകരിച്ച ഡേറ്റ് ഏതാണ്, അദ്ദേഹം ഏത് കാലത്താണ് ജീവിച്ചിരുന്നത്. നിലവിൽ പ്രസിദ്ധമായ ഗ്രന്ഥങ്ങളൊന്നുമില്ല, എല്ലാം 50 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടതാണ് എല്ലാ ഖുർആൻ വ്യാഖ്യാനങ്ങളും. ഈ അടുത്ത കാലത്ത് പുതിയ ചില പണ്ഡിതന്മാരിലേക്ക് വരുന്നുണ്ട്, അതും 10-20 വർഷമൊക്കെ ആയി അത് എഴുതാൻ തുടങ്ങിയിട്ട്. എങ്ങനെ നമ്മളിവിടെ നിർത്താണ്. അറബി ഭാഷ പഠിക്കുന്നതിന്റെ പ്രാധാന്യം ഞാൻ പറഞ്ഞു. അറബി ഭാഷ പഠിക്കണം, അത് അടുത്ത തലമുറയ്ക്ക് നമ്മൾ അതിന്റെ അഭിനിവേശം, അതിനോടുള്ള താല്പര്യം അവർക്കുണ്ടായി കൊടുക്കണം. നമ്മൾ ഖുർആൻ വായിച്ചിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പൊ അവർക്ക് മനസ്സിലാവുന്നത് നമ്മൾ മനസ്സിലാക്കിയാണ് വായിക്കുന്നതെന്ന്. അടുത്ത ജനറേഷനെ അറബി ഭാഷ പഠിപ്പിക്കണം. അവർ പല ഭാഷയും പഠിക്കുന്നുണ്ട്. ഫ്രഞ്ച് പഠിക്കുന്നവരുണ്ട്, പോളിഷ് പഠിക്കുന്നവരുണ്ട്, ജർമ്മൻ പഠിക്കുന്നവരുണ്ട്. അറബി അങ്ങനെ ഒരു പ്രത്യേക ഭാഷയായിട്ട് എടുത്തു പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അതായത് അവർക്ക് എന്തോ ഒരു തോന്നലുണ്ടായിട്ട് അവര് മതപരമായ ഒരു ഭക്തിയോടുകൂടി അങ്ങനെ ഒരു അടുപ്പമുള്ളത് കൊണ്ട് അറബി ഭാഷ എടുത്തു പഠിക്കുന്നതല്ലാതെ ജർമ്മൻ എടുത്തു പഠിക്കാൻ താല്പര്യമുള്ളതുപോലെ ഒരു പുതിയ ലാംഗ്വേജ് എന്ന നിലയ്ക്ക് അറബി എടുത്തു പഠിക്കാൻ താല്പര്യം ഏതെങ്കിലും കുട്ടിക്ക് ഉണ്ടാകുന്നു. അതുണ്ടാക്കി എടുക്കലാണ് നമ്മുടെ ജോലി. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല. നമ്മൾ പറഞ്ഞെല്ലാം വീണ്ടും വീണ്ടും ആവർത്തിച്ചാണ് പല കാര്യങ്ങളും പറഞ്ഞിട്ടിരുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് കുറെ സംഗതി പുതുതായിട്ടൊക്കെ തോന്നുന്നു. അപ്പോ മെമ്മറി വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം കേട്ടോ. ബ്രെയിൻ എക്സസൈസുകൾ, അതുപോലുള്ള കാര്യങ്ങൾ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസനത്തും വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ برحمتك يا ارحم الراحمين. الله تعالى وسلم على خير خلقه محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. വാക്കർത്ത് എന്താ പറഞ്ഞത്? കഴിഞ്ഞ പിന്നെ ഇതിന്റെ ഫസ്റ്റിലെ ബുക്കിന്റെ നമ്മള് അതിന്റെ വാക്കർത്ഥത്തിന്റെ ഒരു PDF ആയിട്ട് ഇട്ടിരുന്നു. അതുപോലെ ഗ്രൂപ്പിൽ മെസ്സേജ്, നിങ്ങളെ ഗ്രൂപ്പുണ്ടല്ലോ, അസൈൻമെന്റ് ഗ്രൂപ്പില്ലേ? ആ അസൈൻമെന്റ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇടും, എന്റെ വാക്കർത്ഥം അയച്ചിടണം പറഞ്ഞു. ഓക്കെ. ഇലൽ ലിഖാ ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.